let's make it happen tonight. Let's make it happen. Ooh, let's make it happen tonight. സോ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഫേസിൽ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞൊരു 2 മാസത്തോളമായിട്ട് നമ്മൾ ജനറ്റിക് കോഡും അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുക ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരുപാട് ഇൻസൈറ്റിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ടറി മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ജനറ്റിക് OS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഈ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, മിക്കവാറും ആളുകള് നമ്മൾ ചിലപ്പോൾ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഉറക്കം പ്രോപ്പർ ഉണ്ടാവും, എക്സസൈസ് പ്രോപ്പർ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിട്ടും അവർക്ക് ചില റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തരത്തിലുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഇപ്പൊ എന്റെ ഒരു ക്ലയന്റ്, റീസെന്റ് ഉണ്ടായ ഒരു ക്ലയന്റ്, അദ്ദേഹം കൺസൾട്ടേഷൻ വന്ന സമയത്ത് നമ്മളെ പ്രോട്ടോകോൾ അല്ല, യങ് മേക്കർ യൂണിവേഴ്സിന്റെ പ്രോട്ടോകോൾ അല്ല അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ അദ്ദേഹം കമ്പാരിറ്റീവ്ലി ഒരു ഹെൽത്തി പ്രോട്ടോകോൾ ആണ് നമ്മുടെ സാധാരണക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിന് ഫാറ്റി ലിവർ ഉണ്ട്, അദ്ദേഹത്തിന് യൂറിക് ആസിഡ് ഉണ്ട്, കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. അപ്പോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം നമ്മൾ സാധാരണക്കാർ കഴിക്കുന്നതിനേക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ജനറ്റിക് ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ ചില ചലഞ്ചുകൾ ഉണ്ട്. ആ ചലഞ്ചുകൾ സോൾവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ട്രാക്ക് ആയി എന്നുള്ളതാണ്. അപ്പോ ഈ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളുടെ DNA ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് പ്ലാറ്റിനം മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം 1-to-1 പേഴ്സണലായിട്ട് 10-100 ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ അത്രയും കുറെ ആൾക്കാർ ഇനി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വഴി നിങ്ങളുടെ DNA റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാനും, മറ്റൊരാളുടെ DNA റിപ്പോർട്ട് എങ്ങനെ നിങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യാമെന്നും നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഇപ്പൊ എല്ലാവർക്കും ജനറ്റിക് ടെസ്റ്റ് ഒന്നും നടത്താൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ ചെയ്യുന്നത് തന്നെ 2500 ദിറംസ് മുതൽ 5000-6000 ദിറംസ് ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇതിന്റെ ചില പാറ്റേണുകൾ നോക്കിയിട്ട് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തുകൂടാ. അതായത് നമ്മൾ നടത്തിയ 100 കണക്കിന് DNA റിപ്പോർട്ടിന്റെ ബേസിൽ, അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് ചില രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടുമുള്ള ഒരു 6ഓളം ജനറ്റിക് ഗ്ലിച്ചുകളാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈവൻ DNA ടെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിനിപ്പോ ഫണ്ട് അവരെ കയ്യിലില്ല, ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ടെസ്റ്റ് ചെയ്യുമായിരിക്കും, ഇപ്പൊ അവർക്ക് ഒരു 2000 ദിറംസ് 3000 ദിറംസ് സ്പെൻഡ് ചെയ്യാൻ കഴിവില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ DNA ടെസ്റ്റ് ചെക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 50% നിങ്ങളുടെ ബോഡിയെ ട്രാക്ക് ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ജനറ്റിക് OS എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീനിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇനി ഡയറ്റ് ചെയ്യുക മാത്രമല്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക മാത്രമല്ല, അത് നമ്മുടെ ബൈബാക്ക് യുവർ യൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിന്റെ ഒരു ലെവലിന്റെ ഭാഗമായിരുന്നു. ഈ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിന്റെ ഭാഗമാണ്. അപ്പോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹിഡൻ സ്വിച്ച് ഉണ്ട്, ഒരു ഹിഡൻ ബയോളജിക്കൽ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിനെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, തിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വിച്ചാണ് നിങ്ങളുടെ ബോഡിയുടെ പെർഫോമൻസും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ലോങ്ജാബിറ്റിയും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്വിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ സ്വിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഒരു സെക്കൻഡിൽ മില്യൺസ് ഓഫ് ടൈംസ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, മില്യൺസ് ഓഫ് ടൈംസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സ്വിച്ചിനെ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങളും സോൾവ് ആവുമെന്നുള്ളതാണ്. എന്താണ് ജനറ്റിക് ടെസ്റ്റ്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അപ്കമിങ് സെഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്.
നമ്മളിപ്പോ DNA ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. എന്റെ ഹൈറ്റ്, എന്റെ കണ്ണിന്റെ കളറ്, എന്റെ മുടി അല്ലെങ്കിൽ എന്റെ കളറ്, ഇതൊക്കെ എനിക്ക് അസുഖം വരും, ഇതൊക്കെ എന്താണ് DNA എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ബ്ലൂ പ്രിന്റ് ആണ്. നിങ്ങളൊരു വീട് വെക്കുമ്പോൾ നമ്മളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും അല്ലെ, ഒരു പ്ലാൻ ഉണ്ടാക്കും അല്ലെ, അതായത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ റൂം വേണം. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റൂല, തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റില്ലല്ലോ. ഇതുപോലെ തന്നെ DNA എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആണ്. അപ്പൊ DNA ടെസ്റ്റിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ മതി, ഇത് മരണം വരെ, ഇനി ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഇതിൽ മാറ്റം വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണെന്നുള്ളതാണ്. ഇത് നമ്മളുടെ ബയോളജിയോട് പറയും, അല്ലെങ്കിൽ ഈ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ബയോളജിനെ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇതൊക്കെ ഈ ഒരു ബ്ലൂ പ്രിന്റിന്റെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് ഇത് എടുത്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്യുക. അതായത് നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ഓക്കെ, സിറ്റ് ഔട്ട് ഇവിടെയാണ്, ഡ്രോയിങ് ഹാൾ ഇവിടെയാണ്, കിച്ചൺ ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യൂലേ. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എഞ്ചിനീയർ എന്ത് ചെയ്യുക, ആ ബിൽഡിംഗ് ഉണ്ടാക്കുക. അപ്പോ ആ ബ്ലൂ പ്രിന്റ് ഒരിക്കലും മാറൂല, ബ്ലൂ പ്രിന്റ് സെയിം ആയിരിക്കും. നമ്മൾ മരിച്ചാലും ഈ ബ്ലൂ പ്രിന്റ് മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലിമിറ്റഡ്, ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ മെഷീന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇത് എന്നുള്ളതാണ്. ഇതൊരിക്കലും മാറൂല. അതുകൊണ്ട് തന്നെ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ എല്ലാ 3 മാസം എടുക്കണം. പക്ഷെ ഇത് എന്ത് ചെയ്യൂല, ഇത് മരണം വരെ മാറൂല. ഇതൊരു വൺ ടൈം ടെസ്റ്റ് ആണ്. ഇനി നിങ്ങൾ എത്ര ഹെൽത്തി ആയതിനു ശേഷം വീണ്ടും എടുത്തു കഴിഞ്ഞാലും സിമിലർ റിസൾട്ട് ആണ് കിട്ടുക. അപ്പോൾ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DNA ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫിക്സഡ് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമുക്ക് കിട്ടുക. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഹാർഡ്വെയർ എന്ന് വിളിക്കാം. നമ്മളെ ബയോ ഹാക്കിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റൈലില് ഹാർഡ്വെയർ ആണത്. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടല്ലോ, അതിന് ഹാർഡ്വെയർ ഉണ്ടല്ലോ. ഈ ഹാർഡ്വെയർ ആണ് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട്, ഒരു പാരബിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ DNA എടുക്കാം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു സ്വിച്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വിച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്വിച്ചിന്റെ പേര് മെഥലേഷൻ എന്നാണ്, അല്ലെങ്കിൽ മെഥലേഷൻ പാത്വേ എന്നൊക്കെയാണ് നിങ്ങളുടെ DNA റിപ്പോർട്ടിൽ ഉണ്ടാവുക. ഞാൻ DNA എടുത്ത എല്ലാ ആളുകളോടും നിങ്ങളുടെ DNA മെഥലേഷൻ പാത്വേ ഒന്ന് വായിച്ചു വരാൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഇത് DNA എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കണമോ, നമ്മൾക്ക് പിന്നെ ബ്രെയിനിൽ എന്തെങ്കിലും ബ്രെയിൻ ഫോഗ്, തലവേദന, ക്ഷീണം, ടയർഡ്നെസ്, അതല്ലെങ്കിൽ OCD, അങ്ങനെ കുറെ പ്രശ്നങ്ങളില്ല. ഇന്ന് കാണുന്ന പല പേരുകളുടെ സംഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ മെഥലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മീഥൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. ഇതിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും അവിടെ ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ മീഥൈൽ ഗ്രൂപ്പിനുള്ളത്. കൂടുതൽ ഞാൻ കോംപ്ലിക്കേറ്റ് ആക്കില്ല, കുറച്ച് കെമിസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ നമുക്ക് മനസ്സിലാക്കി. ഈ മീഥൈൽ ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ഈ മെഥലേഷൻ പാത്വേനെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഈ സോഫ്റ്റ്വെയറിന്റെ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുക. ഇതൊരു ബയോളജിക്കൽ ടാഗ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഇപ്പൊ നമ്മള് ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഓഫീസിലൊക്കെ സ്റ്റിക്കി നോട്ട് എഴുതി വെക്കില്ലേ, ഇന്ന് അയാളെ വിളിക്കണം, അല്ലെങ്കിൽ ഇന്ന് ഫോളോ അപ്പ് ചെയ്യണം, ഈ പരിപാടി ഇന്ന് പെട്ടെന്ന് തീർക്കണം, അത് സ്റ്റിക്കി നോട്ട് ഒട്ടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ടാഗ് ഉണ്ടാവും, ഒരു നെയിം ടാഗ്. അതിന്റെ എന്താ, ഇത്രയാണ് അതിന്റെ വില. അപ്പൊ കമ്പ്യൂട്ടറിൽ പോയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ആ പ്രൈസ് ആ കമ്പ്യൂട്ടറിൽ റിഫ്ലക്ട് ആവും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലെ ഓരോ പ്രോസസ്സിനും ഈ സാധനം ആവശ്യമാണ്. സെൽസിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ വർക്ക് ചെയ്യും, ഈ സാധനം ഇല്ലെങ്കിൽ വേറെ രീതിയിൽ വർക്ക് ചെയ്യും. സെയിം DNA ബ്ലൂ പ്രിന്റ്, ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ വർക്ക് ചെയ്യും, ഈ സാധനം ഇല്ലെങ്കിൽ ഒരു രീതിയിൽ വർക്ക് ചെയ്യും. ഈ CH3 ഗ്രൂപ്പാണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ ഗ്രൂപ്പ് എന്നുള്ളത്. കെമിസ്ട്രി ഒക്കെ പഠിച്ച ആളുകൾക്ക് ഇത് അറിയാതിരിക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 കാർബൺ ആറ്റം കൂടിയിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യാണ്. എന്തിന്റെ സ്വിച്ച്? ജീനുകൾ ഓൺ ആവണോ ഓൺ ആക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ. നമ്മുടെ ഉള്ളിലൊക്കെ ക്യാൻസർ ജീൻസ് ഉണ്ടാവും. ഈ ക്യാൻസർ ജീന് ഓണാക്കി നമുക്ക് ക്യാൻസർ വരുത്തണോ, അതല്ലെങ്കിൽ ഈ ക്യാൻസർ ജീന്, ഇപ്പൊ നമ്മളിലുള്ള ക്യാൻസർ ജീന് എന്തുകൊണ്ട് ഓൺ ആവുന്നില്ല, നമുക്ക് ക്യാൻസർ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓഫ് ആണ്. കാരണം ഈ മെഥലേഷൻ അവിടെ ഉള്ളത് കാരണം ഈ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻസൈമുകളെ, നമ്മൾ ന്യൂട്രീഷനിൽ നമ്മൾ എൻസൈമുകളെ കുറിച്ച് പഠിച്ചിരുന്നു.
എൻസൈമുകൾ. ഓക്കെ, ഒരു ബയോകെമിസ്ട്രിയിലെ ഒരു പ്രോസസ്സിൽ നിന്ന് എയിൽ നിന്ന് എയും ബിയും കൂടി ചേർന്നിട്ട് സി ആവണമെങ്കിൽ അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു എൻസൈം വേണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ബോഡിയിൽ ഒരുപാട് എൻസൈമുകൾ ആവശ്യമാണ്. ഈ എൻസൈമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡൈജഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മെറ്റാബോളിസം, ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാറ്റ് എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാർബ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനൊക്കെ എൻസൈമുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ ഇപ്പൊ ഞാൻ പല ആളുകളോടും ഡൈജസ്റ്റ് എൻസൈം എടുക്കാൻ പറഞ്ഞു, കാരണം അവർക്ക് ബ്ലോട്ടിങ്ങും ഗ്യാസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് ഡൈജസ്റ്റ് എൻസൈം എടുക്കാൻ പറഞ്ഞു. കാരണം എന്താ, ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ ഫുഡിന്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അബ്സോർപ്ഷൻ ഒക്കെ കൂടും. അപ്പൊ അങ്ങനത്തെ എൻസൈമുകൾ ഉണ്ട്, ഒരുപാട് എൻസൈമുകൾ. എല്ലാ സാധനത്തിനും എൻസൈം ആവശ്യമാണ്, ബോഡിയിലെ സകല പ്രോസസ്സിനും എൻസൈം ആവശ്യമാണ്. അപ്പൊ എൻസൈമുകൾ ആക്ടിവേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കും. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്. അതായത് നമ്മളെ ബോഡിയിൽ കയറുന്ന ടോക്സിൻസിനെ, മെറ്റൽ ടോക്സിൻസ്, എന്ത് ടോക്സിൻ ആവാം, ഈ ടോക്സിനെ ലിവറിന്റെ സഹായത്തോടെ ഡിലീറ്റ് ചെയ്യും, ഡീടോക്സിഫൈ ചെയ്യും. ഇത് ചെയ്യണമെങ്കിൽ ഈ ആള് വേണം. ഈ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോ മെഥലേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബയോകെമിക്കൽ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇത് നമ്മുടെ എപ്പിജനറ്റിക് ജീനുകളെ വിളിക്കും. അതായത് എൻവിറോൺമെന്റ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മൾ നമ്മുടെ ജീനുകളുടെ ഇരകളല്ല, വിക്ടിംസ് അല്ല. നമ്മളുടെ ചുറ്റുപാടാണ് നമ്മുടെ ജീനുകളിൽ മാറ്റം വരുത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനാണ് എപ്പിജനറ്റിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. നമ്മൾ ടെമ്പറേച്ചർ ഉപയോഗിക്കും, സൂര്യപ്രകാശം ഉപയോഗിക്കും, നമ്മൾ ഗ്രൗണ്ടിങ് ഉപയോഗിക്കും. ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ നിങ്ങൾക്ക് പണി തന്നതല്ല, നിങ്ങളുടെ എപ്പിജനറ്റിക്കലി ജീനുകളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻവിറോൺമെന്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഓക്കെയാണ്, എനിക്ക് രോഗമൊന്നും വേണ്ട, ഞാൻ എല്ലാ സംഭവങ്ങളും തരുന്നുണ്ടെന്ന് നിങ്ങളുടെ ബോഡിനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡോപ്പമിൻ പ്രോസസ് നടത്തണമെങ്കിൽ, സെറാട്ടോണിൻ പോലത്തെ, മെലാറ്റോണിൻ പോലത്തെ ഉറക്കത്തിന്റെ ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ജീനിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. എന്റെ ഈ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് മെലാറ്റോണിൻ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡോൾഫിൻ എന്ന് പറഞ്ഞ കാറ്റഗറി ആയത്. നമ്മുടെ ഗ്രൂപ്പിൽ പല ആൾക്കാരും അങ്ങനെ ഉണ്ട്. നമ്മൾ ജനറ്റിക് ടെസ്റ്റ് നടത്തിയപ്പോൾ അവരെ മെലാറ്റോണിൻ പ്രൊഡക്ഷൻ കുറവാണ്. അത് കുറവാണെന്ന് വിചാരിച്ചിട്ട് അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടില്ലേ, അതിനുള്ള പ്രോസസ് ഉണ്ട്, അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബ്ലൂ പ്രിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ ബോഡിയിലുള്ള ഹെവി മെറ്റൽസിനെ ഒക്കെ ഹോർമോണുകൾ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഹെവി മെറ്റൽസ് കൂടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സംഭവം, അതായത് മെജോറിറ്റി ആളുകൾക്ക് വരുന്ന തൈറോയ്ഡ് ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ലിവറിന് ലോഡ് കൂടും. പിന്നെ ഒരുപാട് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ HSCRP നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന, ലാബ് മാർക്കിൽ ടെസ്റ്റ് ചെയ്യുന്ന HSCRP കൂടും. അതുപോലെ തന്നെ ഹോമോസിസ്റ്റീൻ കൂടും. ഇത് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉണ്ടാക്കാൻ, ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവുന്നത് കൊളസ്ട്രോൾ അല്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ബട്ട് അത് ഹോമോസിസ്റ്റീൻ ആണ്. ഹോമോസിസ്റ്റീൻ കൂടാനും ഇത് കാരണമാകും. അപ്പോ ചില ആളുകളുടെ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ഹോമോസിസ്റ്റീൻ കൂടുമ്പോൾ നമ്മൾ അവർക്ക് ചില സപ്ലിമെന്റ്സ് കൊടുക്കും. എന്തിനാ വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം, റിസർച്ചിന്റെ ഭാഗമായിട്ട് എനിക്കറിയാം അവരെ മിഥിലേഷൻ പാത്തുവിൽ എന്തോ പ്രശ്നമുണ്ട്. ഹോമോസിസ്റ്റീൻ കൂടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വാല്യൂ കൂടും. ഹോമോസിസ്റ്റീൻ കൂടിക്കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും. സോ ഹോമോസിസ്റ്റീൻ ആരും ചെക്ക് ചെയ്യാറില്ല. എന്നിട്ട് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കും, യൂറിക് ആസിഡ് കുറക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കും. അപ്പോ ഈ മെത്തലേഷൻ പാത്വേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ ഒരു പക്ഷെ നമ്മളെ സഹായിക്കും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഒരു പക്ഷെ നമ്മളെ സഹായിക്കും, നമ്മൾ ഒബീസ് ആവാതിരിക്കാൻ സഹായിക്കും, നമുക്ക് ഡയബറ്റീസ് വരാതിരിക്കാൻ സഹായിക്കും. ഇതിനെല്ലാം സഹായിക്കും. അപ്പോ നിങ്ങൾ ഇപ്പൊ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രോട്ടോകോളിൽ തന്നെ ഒരു 10%, ഇപ്പൊ സ്ലീപ്പ് മാസ്റ്ററി അറ്റൻഡ് ചെയ്ത ആളുകൾ തന്നെ ഭയങ്കര റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഭയങ്കര റിസൾട്ടാണ് അവർക്ക്. ചില ആളുകൾക്ക് സ്ലീപ്പ് മാസ്റ്ററിയിൽ അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല, ഒരു ഫാസ്റ്റിംഗ് ഫോർ എനർജി കൂടി വന്നപ്പോൾ കുറച്ചും കൂടി കിട്ടി. പക്ഷെ ചില ആളുകൾക്ക് സ്റ്റിൽ അത്ര റിസൾട്ട് ഇല്ല, അപ്പൊ ഒരു ബൈബാക്ക് റൂട്ട് കൂടി എൻ്റർ ചെയ്തു, അപ്പൊ അവർ കുറച്ചും കൂടി റിസൾട്ട് കിട്ടി. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ആളുകളുടെ റിസൾട്ടും വേരി ആവാൻ കാരണം അവരുടെ ഈ ജനറ്റിക് റീഡിങ്ങിൽ, ജനറ്റിക് പ്രോഗ്രാമിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും.
അപ്പോ നിങ്ങളുടെ റിസൾട്ട് ബെറ്റർ, ഓരോരുത്തർക്കും ഡിഫറെന്റ് റിസൾട്ട് കിട്ടാൻ കാരണം സെയിം പ്രോട്ടോകോൾ ചെയ്യുന്നത്. ഞാനും ബുള്ളറ്റ് പ്രൂഫ് കോഫി പിടിക്കുന്നു, ഞാനും പ്രോട്ടീൻ കഴിക്കുന്നു, പക്ഷെ എനിക്ക് മസിൽ വരുന്നില്ല എന്ന പല കംപ്ലൈന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ തടി കുറയുന്നു, അല്ലെങ്കിൽ ഞാൻ തടി കൂടുന്നു. ഇറ്റ്സ് ബിക്കോസ് ഈ ഒരൊറ്റ പ്രോസസ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങളുടെ പല ബ്ലഡ് റിപ്പോർട്ടുകളും നമുക്ക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മെത്തിലേഷൻ പാത്വേന്റെ ഒരു പ്രധാന ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഹാർഡ്വെയർ ആണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. അതിലെ സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ റിപ്പോർട്ട് എടുത്തിട്ട് നമ്മൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ ട്രൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ മെത്തിലേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് പുറത്തുനിന്ന് ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇവർ ഔട്ട്പുട്ട് മാറും. എന്തുകൊണ്ട് നമ്മളെ പ്രോട്ടോകോള് ഹ്യൂജ് ലെവൽ ഓഫ് ബെനിഫിറ്റ് ബോഡിയിൽ ഉണ്ടാക്കും എന്നുള്ളത് അടുത്ത സ്റ്റേജിൽ പോകുന്നവർക്ക് മനസ്സിലാവും. സോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ബ്ലൂ പ്രിന്റില് എന്ത് ആക്ഷൻ എടുക്കണം തീരുമാനിക്കുന്നത്. എന്ത് ആക്ഷൻ എടുക്കണം? ക്യാൻസർ ഉണ്ടാക്കണോ, ക്യാൻസർ ഉണ്ടാക്കാതിരിക്കണോ? ഫാറ്റി ലിവർ ഉണ്ടാക്കണോ, ഫാറ്റി ലിവർ ഉണ്ടായിരിക്കണോ? ബ്രെയിൻ ഫോഗ് കൊടുക്കണോ, അയാളെ ദേഷ്യമുള്ള ആളാക്കണോ, അയാളെ കൂളാക്കണോ? ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ അവിടേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഹാർഡ്വെയറിനോട്, അത് ചെയ്യടാന്ന് പറയും. അതായത് നിങ്ങൾ വീട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ എഞ്ചിനീയർ പണിക്കാരോട് പറയും, ഇതാണ് ബ്ലൂ പ്രിന്റ്, അത് ചെയ്തോ. ഇവിടെയാണ് കിച്ചൺ, അപ്പൊ അവിടെ കിച്ചൺ ഉണ്ടാക്കും. ഇവിടെയാണ് ബെഡ്റൂം, അപ്പൊ അവിടെ ബെഡ്റൂം ഉണ്ടാക്കും. അപ്പൊ ബെഡ്റൂമിലുള്ള സംഭവങ്ങളായിരിക്കും ബെഡ്റൂമിൽ ഉണ്ടാവാം, കിച്ചണിലെ സംഭവം കിച്ചൺ ഉണ്ടാവാം. അതേസമയം ഈ എഞ്ചിനീയർക്ക് എന്തെങ്കിലും പ്രശ്നം വിചാരിക്കുക, അതായത് അയാൾക്ക് ഓർമ്മശക്തി ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ മെന്റലി ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ കിച്ചണിലുള്ള സ്റ്റവ് വെക്കേണ്ട പിന്നെ ആ സ്ലാബ് എന്ത് ചെയ്യും, ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കും, അതല്ലെങ്കിൽ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കും. ഇതേപോലെ നമ്മുടെ ജനറ്റിക്കിലും ചെറിയ ഗ്ലിച്ചുകളുണ്ട്. ഗ്ലിച്ച് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമല്ല, ചെറിയ ചെറിയ ഗ്ലിച്ചുകൾ. ഈ ഗ്ലിച്ചിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഗ്ലിച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്ലിച്ചിനെ നമ്മളൊന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് നമുക്ക് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ DNA എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് കാണാം, നിങ്ങളുടെ മെഥലേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആയിട്ട് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല ആളുകളും പല ടൈപ്പ് റിസൾട്ട് ആയിരിക്കും. ചില ആളുകൾക്ക് ജിമ്മിന് പോകുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ ഉറങ്ങുന്നുണ്ട്, ഭയങ്കര റിസൾട്ട് ആയിരിക്കും. ചില ആളുകൾക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു പ്രശ്നം. ചില ആളുകൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും ടയേർഡാണ്, ഫുള്ള് പ്രശ്നമാണ്. ഇതൊക്കെ ചെയ്തിട്ടും അവര് സകല ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവര് സകല സ്കാനിങ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ റീസെന്റ് ഒരു ക്ലയന്റ് വന്നിട്ട് അയാൾ ഇല്ലാത്ത സകല അൾട്രാസൗണ്ടും ഈ സ്കാനിങ്ങുകളൊന്നും ചെയ്യാനില്ല. പക്ഷെ സ്റ്റിൽ ദ ഡോക്ടർ ഈസ് നോട്ട് ഏബിൾ ടു ഫിഗർ ഔട്ട്. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഈ ഒരു മാസ്റ്റർ ബയോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ ആളുകളും കലോറി റെസ്ട്രിക്ട് ചെയ്യലും എക്സസൈസ് ചെയ്യലും പിന്നെ ഒരുപാട് സംഗതിയുണ്ട്. പക്ഷെ ഈ ട്രില്യൺസ് ഓഫ് ടൈം നടക്കുന്ന ഈ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ചില ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എനർജി ആയിരിക്കും, നല്ല മെന്റൽ ക്ലാരിറ്റി ആയിരിക്കും. ചില ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ടയർഡ്നെസ്. എനിക്ക് ഭയങ്കര ബ്രെയിൻ ഫോഗും ടയർഡ്നെസ് ഒക്കെ ആയിരുന്നു. ഹൈ ഇൻഫ്ലമേഷൻ ലെവൽ. നിങ്ങൾ പല ആൾക്കാരും ഒരു പക്ഷേ നിങ്ങൾ തുടക്ക സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ HCRD ഭയങ്കര ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഹോമോസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. എന്റെ ഹോമോസിറ്റി എനിക്ക് ഓർമ്മയുണ്ട് 34 മറ്റോ ആയിരുന്നു. ലെസ് ദാൻ 8 ആണ് വേണ്ടത്, 34 സംതിങ് ആയിരുന്നു എന്റെ ഹോമോസിറ്റി. കീ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മെഥലേഷൻ പാത്വേനെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ ചെയ്യുന്ന ആക്ഷനുകൾ, ഇപ്പൊ ഡയറ്റ് പ്രോപ്പറായി എടുക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മെഥലേഷൻ പാത്വേയിൽ എന്തോ ഒരു ചെറിയ ഒരു ഗ്ലിച്ച് ഉണ്ട്. ആ ഗ്ലിച്ച് അങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് ഈ മെഥലേഷൻ പാത്വേയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ചെറിയ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അന്നത്തെ പറഞ്ഞിരുന്നു നമ്മൾ മെന്റൽ സ്റ്റേറ്റിൽ എന്തൊക്കെ സംഭവിക്കും, ഫിസിക്കൽ എനർജിയിൽ, സെല്ലുലാർ ഡിഫൻസിൽ, അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഒപ്റ്റിമൽ ആയിട്ട് നമ്മുടെ മെഥലേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മെഥലേഷൻ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ഭയങ്കര ഷാർപ്പായിരിക്കും, നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റഡി മൂഡായിരിക്കും. ഇടക്ക് ദേഷ്യം വരികയും ഇടക്ക് സങ്കടം വരിക, അങ്ങനെയല്ല, ഒരു സ്റ്റഡി മൂഡായിരിക്കും. പിന്നെന്താണ്, നമുക്ക് നല്ല മോട്ടിവേഷൻ ആണ്, നമ്മൾ ലേസിനെസ് കുറവായിരിക്കും. ഇപ്പൊ എന്റെ DNA-ലെക്കെ എനിക്ക് ലേസിനെസ് ഭയങ്കര കൂടുതലാണ്, ബിക്കോസ് ദർ ഈസ് എ സ്മോൾ ഗ്ലിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലിച്ച് ഉള്ളത് കാരണം
മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചലഞ്ചുകളൊക്കെ ഏറ്റെടുക്കും. വാരിയർ ടൈപ്പ് എന്ന് പറയും. ഇപ്പൊ അബ്ദുള്ള നമ്മളെ സിഇഒ വാരിയർ ടൈപ്പ് ആണ്. അതായത് ഒരു ചെറിയ ഗ്ലിച്ചാണ്, പക്ഷെ അത് അബ്ദുള്ളനെ ഒരു വാരിയർ ടൈപ്പ് ആയിട്ട് ആളാക്കി മാറ്റും. പിന്നെ ഭയങ്കരമായിട്ട് ചലഞ്ചുകൾ ഏറ്റെടുക്കും. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ദുബായിൽ നടത്തിയ പ്രോഗ്രാം ഒരു 1 ഡേ പ്രോഗ്രാം എനിക്കോട് 2-3 ദിവസം കൊണ്ടാണ് അവൻ അനൗൺസ് ചെയ്തിട്ട് ആൾക്കാരെ അവിടെ എത്തിച്ചത്. എന്ന് വെച്ചാല് ആ ഒരു SNPs അതായത് ആ ഒരു ഗ്ലിച്ച് ചെറുതായിട്ടുള്ളത് കാരണം ഈ സാധനം ചിലപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ മോട്ടിവേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവും. ഇനി മെഥലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, OCD ലൈക്ക് ടെൻഡൻസീസ് ഉണ്ടാവും. എന്താണ് സൈക്കോളജിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, OCD ലൈക്ക് സിംറ്റംസ്, ആങ്സൈറ്റി, ബ്രെയിൻ ഫോഗ്, ബേൺ ഔട്ട്, ഇതൊക്കെ എന്താണ് ടിപ്പിക്കലി സൈക്കോളജിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആള് റീസെന്റ് അപ്പോൾ ഒരു ക്ലയന്റിൽ 1-to-1 എടുക്കുന്ന ആള് ഒരുപാട് കാലങ്ങളായി സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് മരുന്ന് എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പോഴും ഒന്നും ആവുന്നില്ല. സോ മെഥലേഷൻ പാത്വേ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, അയാൾക്ക് ആങ്സൈറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ OCD ഉണ്ടാവും. ഇന്ന് എല്ലാവർക്കും OCD, ഫഹദ് ഫാസിലിന്റെ OCD അതോ അല്ലെ, എല്ലാ ഫിലിം സ്റ്റാറുകളും ഒക്കെ OCD എന്ന് പറയുന്നത് എന്താണ്? മെഥലേഷനിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ OCD ഒക്കെ പോകും. ഇപ്പൊ OCD ഇല്ലാത്ത ആളില്ലാത്ത പോലെയാണ്. ഇനി ഫിസിക്കൽ എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമൽ ആയിട്ടുള്ള മെഥലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അൺസ്റ്റോപ്പബിൾ എനർജി ആയിരിക്കും. നമ്മുടെ മെറ്റാബോളിസം ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് പഠിച്ചതുപോലെ നമുക്ക് ഷുഗറിന്നും കാർബൊന്നും ഗിയർ മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എനി ടൈം വി ക്യാൻ ചേഞ്ച് ദ ഗിയർ ടു കാർബ്, എനി ടൈം വി ക്യാൻ ചേഞ്ച് ദ ഗിയർ ടു ഫാറ്റ്. ഷുഗറിനും ഫാറ്റിലൊന്നും നമുക്ക് എനർജി ഉപയോഗിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. മെറ്റാബോളിക് ഫ്ലെക്സിബിലിറ്റി, മെറ്റാബോളിക്കലി ഹെൽത്തി ആയിരിക്കും. അപ്പോ ഇമ്പയർഡ് മെഥലേഷൻ ഉള്ള ആണെങ്കിൽ അവർ ക്രോണിക് ഫെറ്റീഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ലോ സ്റ്റാമിന ആയിരിക്കും, സ്ലോ റിക്കവറി ആയിരിക്കും. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി കുറയും. എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എക്സസൈസ് ജിമ്മിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ തടി കൂടുകയാണ് ചെയ്യുക. എസ്പെഷ്യലി ഫാറ്റ് കൂടുക ചെയ്യുക, മസിൽ കൂടുകയല്ല, ഫാറ്റ് കൂടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1-2 ദിവസം കൂടുമ്പോൾ ഗ്യാപ്പ് ഇടണം. നമ്മൾ നോർമൽ പോകുന്ന ജിമ്മാണെങ്കിൽ, നമ്മുടെ പ്രോട്ടോകോൾ ആണെങ്കിൽ ആവശ്യമില്ല, പക്ഷെ നോർമലി നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോകുന്ന ജിമ്മാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ EMS ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത സമയത്ത് എന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് കൂടി. ഇറ്റ്സ് ബിക്കോസ് എന്റെ റിക്കവറി കുറവാണ്, ഈ മെഥലേഷനിൽ ചെറിയൊരു ഗ്ലിച്ച് ഉള്ളത് കാരണം. അപ്പോ മെറ്റബോളിക് ഒരാള് നന്നായിട്ട് നമ്മളെ പ്രോട്ടോകോൾ രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ അയാളുടെ മെഥലേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾക്കൊരു പക്ഷേ ഈ മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി സെല്ലുലർ ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ നമ്മുടെ സെൽസിന്റെ ഉള്ളിലുള്ള ഡിഫൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പിന്നെ ടോക്സിൻസിനെ എഫിഷ്യന്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഈ മെഥലേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ DNA പ്രോപ്പർ ആയിട്ട് റിപ്പയർ, DNA ഡെയിലി ഡാമേജ് ആണ് കൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ റിപ്പയർ ചെയ്യാൻ നമ്മുടെ മെഥലേഷൻ പാത്ത് ഉപയോഗിച്ച് സഹായിക്കുമെന്നുള്ളതാണ്. ഇനി ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ടോക്സിക് അക്യുമുലേഷൻ ഉണ്ടാകും. അതായത് ബോഡിയിൽ ടോക്സിൻസ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആവുകയും അതിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരും. അപ്പോൾ കെമിക്കൽ സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ ബോഡിയിൽ ഒരുപാട് ടൈപ്പ് സ്ട്രെസ്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബയോളജിക്കൽ സ്ട്രെസ് ഉണ്ട്, അല്ലാതെ പിന്നെ ജോലിയുമായി സ്ട്രെസ് മാത്രമല്ല. അപ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ HSCRP പോലത്തെ IgE പോലത്തെ ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് കൂടാൻ കാരണമാകും. ഡോക്ടർ നോക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് ഇത് എന്ത് കാണിച്ചിട്ടും ഇത് കുറയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ദർ ഇസ് എ മെഥലേഷൻ ഇഷ്യൂ. കാർഡിയോവാസ്കുലർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രോക്കുകളൊക്കെ വന്നിട്ടാണ്, കുറച്ചുകൂടി ഏജ് വന്ന ആളുകളാണെങ്കിൽ. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒപ്റ്റിമൽ മെഥലേഷൻ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഹോമോസിസ്റ്റീൻ ബാലൻസ് എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6, 7, 8 ആ റേഞ്ചിലായിരിക്കും. അപ്പൊ എന്താണ്, അവരെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് പ്രൊട്ടക്റ്റഡ് ആണ് മെഥലേഷൻ പ്രോപ്പർ ആയതുകൊണ്ട്. അവരിഞ്ഞ് എന്ത് ഡയറ്റ് പോയാലും ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ, ഹോമോസിസ്റ്റീൻ കൂടുതലാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വരും, സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചലഞ്ചുകൾ സ്ട്രോക്ക് വരും, സാധ്യത ഉണ്ട്. അപ്പൊ അതെന്തു പറയും, നമ്മളത് കൊളസ്ട്രോൾ കഴിച്ചിട്ടാണ്. ഇന്നും 2 ദിവസം മുമ്പ് കുറച്ച് നമ്മളെ സ്റ്റുഡൻസ് വെച്ചിരുന്നു, ഒരു പിന്നെ കാർഡിയോ ഡോക്ടർ, അതായത് കാർഡിയോളജിസ്റ്റ് പറയുന്നത് ബട്ടർ കഴിക്കരുത്, നിങ്ങൾക്ക് അറ്റാക്ക് വരും, ബട്ടർ കഴിച്ചു കഴിഞ്ഞാല് പിന്നെ പേപ്പർ കത്തുന്നത് പോലെ പെട്ടെന്ന് എനർജി കത്തിത്തീരും, ഫാറ്റ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ മണ്ടത്തരം പറയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, ലെറ്റ്സ് ലീവ് ദാറ്റ്.
നമ്മൾ ഈ ടിപ്പിക്കലി നമ്മൾ ബ്ലഡ് റിപ്പോർട്ടുകൾ എടുക്കാറുണ്ട്. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അത് നല്ലതാണ്. അതൊരു ബൈബാക്കിയർ യൂത്ത് എന്നുള്ള ലെവലിൽ അത് നല്ലതാണ്. പക്ഷെ നമുക്ക് സൂപ്പർ ഹ്യൂമൻ ലെവലിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മാത്രം നടക്കില്ല. കാരണം എന്താണ്, നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നു, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നു, യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുന്നു. എന്താണ് ഇപ്പൊ എന്ത് നടക്കുന്നു അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ബോഡിയിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ മെഥലേഷൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മളെ ബോഡി എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, അത് എങ്ങനെ വർക്ക് ചെയ്യാനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അപ്പോ DNA ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ DNA ടെസ്റ്റ് വായിച്ച് നമ്മൾ അതിനൊരു ഇൻസ്ട്രക്ഷൻ ആക്കി കണ്ട് അതിനെ ഉപയോഗിച്ച് നമുക്ക് പ്രിസിഷൻ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതാണ്. സോ ഇതാണ് ആ സ്വിച്ച് CH3. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. ഒരു കാർബണും 3 ഹൈഡ്രജനും കൂടിയ ഒരു മോളിക്യൂൾ ആണ്. ഈ മോളിക്യൂൾ പോയിട്ട് എവിടെയെങ്കിലും കണക്ട് ആവുമ്പോഴാണ് ആ ജീൻ ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഥലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗസ് ഇല്ലേ, ഇതൊരു പ്രോസസ്സർ വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ മേലെ ഇങ്ങനെ ഒരു കയറ് കെട്ടിയതുപോലെ ഈ മീഥൈൽ ഗ്രൂപ്പ് പോയിട്ട് അറ്റാച്ച് ചെയ്യും. എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൗസിനെ തുറക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു ക്യാൻസർ ജീനാണെന്ന് വിചാരിക്കാം. ഈ മൗസ് ഒരു ക്യാൻസർ ജീനാണ്. മെഥലേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ പോയിട്ട് ഒരു കയറിട്ട് കെട്ടിയതുപോലെ ഇതങ്ങ് കെട്ടുമ്പോ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ ജീൻ ഉണ്ട്. പക്ഷെ മെഥലേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ എൻവിറോൺമെന്റിന് മെസ്സേജ് കിട്ടി ഇപ്പൊ ക്യാൻസറിനെ ഓൺ ആക്കണ്ട എന്നുള്ളത്, അപ്പൊ എന്ത് ചെയ്യും, ഈ ക്യാൻസർ ജീൻ ഓൺ ആവില്ല. പക്ഷെ എൻവിറോൺമെന്റ് എന്തോ മെസ്സേജ് കിട്ടി ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫുഡ് കൊടുത്തത് പ്രോപ്പർ ആയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഗതി വന്നു, അപ്പൊ ഇത് ചെറുതായിട്ട് എന്ത് ചെയ്യും, അൺവൈൻഡ് ചെയ്യുമ്പോൾ ക്യാൻസർ ജീൻ ഓൺ ആവും. ഇതാണ് മറ്റൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഈ മെഥലേഷന്റെ എന്ന് പറയുന്നത്. ഇനി ഈ മെഥലേഷനിന്റെ ഈ 1 കാർബൺ മെറ്റാബോളിസം സൈക്കിൾ, ഇതില് 3 എഞ്ചിൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഗിയേഴ്സ് ഉണ്ട്. ഈ 3 ഗിയേഴ്സിൽ ഒന്നാമത്തത് ഫോളേറ്റ് സൈക്കിൾ ആണ്, രണ്ടാമത്തേത് മെത്തേനിയൻ സൈക്കിൾ ആണ്, മൂന്നാമത്തത് ട്രാൻസൾഫ്യൂറേഷൻ പാത്വേ. എന്താ നമ്മളോട് പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരു ഗിയറാണ്. അതായത് ഈ ഗിയർ അടുത്ത ഗിയറിനെ ഓണാക്കും, അടുത്ത ഗിയർ ഇതിനെ ഓണാക്കും, ഇത് അങ്ങോട്ട് ഓണാക്കും. നമ്മുടെ വണ്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഗിയർ ഇല്ല, ആ ഗിയറിന്റെ അതേ പ്രോസസ്സാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആവും. ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, മാറൂഫെ അയാൾ അങ്ങനെ ഭക്ഷണം റോങ് ആയിട്ടല്ലേ കഴിക്കുന്നത്, പക്ഷെ അയാൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എന്താ കാരണം? ഇതാണ് കാരണം. ഇയാളുടെ ഈ മെഥിലേഷൻ സൈക്കിൾ അല്ലെങ്കിൽ ജനറ്റിക് സൈക്കിളിന്റെ ചില സംഭവങ്ങൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നാമത്തെ ഗിയറിനെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഫോളേറ്റ് സൈക്കിൾ. ഫോളേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B9 ആണ് ഫോളേറ്റ്. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ലേഡീസിനൊക്കെ പിന്നെ ഡോക്ടർമാർ കൊടുക്കും. അത് ഫോളിക് ആസിഡ് ആണ് കൊടുക്കുക. അത് ചില മ്യൂട്ടേഷൻ ഉള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ MTHFR കുറിച്ചിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായത്. അപ്പോ ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് വെജിറ്റബിൾസിലൊക്കെയാണ് പിന്നെ ഈ B9 സാധാരണയായിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ മീറ്റും മറ്റും കഴിക്കുമ്പോൾ ബീഫ് അല്ലെങ്കിൽ പോത്ത് എന്ത് ചെയ്യും, ഈ വെജിറ്റബിൾ തിന്നിട്ടുണ്ടാകും, അത് ഇയാളുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് കിട്ടും. അപ്പോൾ നോർമലി വെജിറ്റബിൾസിലുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്സിലുള്ള B9 എന്ന് പറയുന്നത് നോൺ ആക്റ്റീവ് ഫോം ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ആക്റ്റീവ് ഫോം അല്ല. ആക്റ്റീവ് ഫോം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് ബയോ അവൈലബിലിറ്റി കുറഞ്ഞതാണ്. നമ്മൾ ന്യൂട്രീഷന്റെ സെഷൻ ഡിസ്കസ് ചെയ്താണത്. ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ചെയ്യാണ്. വെജിറ്റബിൾ കഴിച്ചു കഴിഞ്ഞാൽ അത് B9 അതിൽ ഉണ്ടെങ്കിൽ കിട്ടും. അത് ഉണ്ടോ അല്ലേ എന്നുള്ള വേറെ കാര്യം. അതായത് ഇന്ന് നമ്മൾ അഗ്രികൾച്ചർ റവല്യൂഷൻ വന്നത് കാരണം നമ്മൾ മാസ് പ്രൊഡക്ഷൻ ആണ്. നിങ്ങളെ വീട്ടിലുള്ള ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അത് വിടുക, നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സപ്പോസ് നിങ്ങൾ കഴിക്കുന്ന വെജിറ്റബിൾസിൽ B9 ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിക്കും. അത് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ B9 അവിടുന്ന് എടുക്കലാണ്. അത് ഫോളേറ്റ് എന്ന് പറയുന്ന B9 വൈറ്റമിൻ B9 ആ ഫുഡിൽ നിന്ന് അതിന്റെ റോ ഫോമിൽ നിന്ന് എടുക്കുക എന്നുള്ള സ്റ്റെപ്പ് 1.
സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് MTHFR. ഇതൊരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരമായിട്ട് ഫോറിൻ ഡോക്ടേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. MTHFR. ഈ ഒരു എൻസൈം, അതായത് ഇത് ഈ ഒരു എൻറ്റയർ എഞ്ചിന്റെ ഉള്ളിൽ ഈ ഒരു ചെറിയ സംഭവം ഉണ്ട്. MTHFR എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ സഹായത്തോടെയാണ് ഈ ആക്റ്റീവ് ഫോമിലല്ലാത്ത ബയോ അവൈലബിലിറ്റി ഇല്ലാത്ത ശരീരത്തിന് ഡയറക്ട്ലി ഉപയോഗിക്കാൻ പറ്റാത്ത വൈറ്റമിൻ B9 ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന B9 ആക്കി മാറ്റും, കൺവേർട്ട് ചെയ്യും. അതിനെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് MTHFR. അങ്ങനെ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ആയിട്ട് പുറത്തു പോകും. അപ്പൊ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിലെ സെൽസിലും മറ്റു സംഗതികളിലും ഒക്കെയുള്ള സിസ്റ്റലോട് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് ഗിയറിലോട്ട് ഇത് മാറും ചെയ്യും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ മെത്തിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിന്റെ, ഇതൊരു മെത്തിലേഷൻ എന്ന് പറഞ്ഞ ഫുൾ ഒരു കാറാണെങ്കിൽ ഈ കാറിന്റെ ഡീസലോ പെട്രോളോ ആണ് വൈറ്റമിൻ B9. അതായത് പുരുഷു, വൈറ്റമിൻ B9 ഇല്ലെങ്കിൽ മെത്തിലേഷൻ സൈക്കിൾ വർക്ക് ചെയ്യൂല. ക്ലിയർ ആണോ? വൈറ്റമിൻ B9 ഇല്ലെങ്കിൽ ഈ എഞ്ചിനെ വർക്ക് ചെയ്യൂല. ഒരു സെക്കൻഡിൽ മില്യൺസ് ഓഫ് ടൈംസ് നമ്മളെ ബോഡിയിൽ സെൽസിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇത്. വൈറ്റമിൻ B9 ഇല്ലെങ്കിൽ ഈ പ്രോസസ് നടക്കൂല. ഇനിയുള്ള ബോട്ടിൽ നെക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും ആളുകൾക്ക് MTHFR ജീനിൽ പ്രശ്നമുണ്ട്. കുറച്ചും സഹായിച്ചിട്ട് MTHFR ജീനിൽ എനിക്ക് പ്രശ്നമില്ല. മിക്കവാറും ആളുകൾക്ക് MTHFR ജീനിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഹോമോസിസ്റ്റീൻ കൂടുതലായിരിക്കും, അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും, അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും, കുറെ സംഭവങ്ങൾ ഉണ്ടാകും. സോ നമ്മള് മെത്തിലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ഗിയറിലുള്ള ആള് വൈറ്റമിൻ B9, ഫോളിക് ആസിഡ്. മെത്തിലേഷൻ അതായത് MTHFR ജീന് വർക്ക് ചെയ്യാത്ത ആളുകൾ ഒരിക്കലും ഫോളിക് ആസിഡ് എടുക്കരുത്. എസ്പെഷ്യലി നമ്മുടെ ഡോക്ടർമാര് തരുന്ന ഫോളിക് ആസിഡ് ആണ് ടിപ്പിക്കലി. ഓക്കെ, അതല്ലെങ്കിൽ ചില ലോ ക്വാളിറ്റി സപ്ലിമെന്റിലൊക്കെ ഉള്ളത് ഫോളിക് ആസിഡ് ആയിരിക്കും. അപ്പോ ഫോളിക് ആസിഡ് ആണെങ്കിൽ ജനറ്റിക് ടെസ്റ്റ് എടുത്ത ആളുകൾക്ക് മനസ്സിലാകും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഫോളിക് ആസിഡ് എടുക്കാതിരിക്കുക. എന്ത് ചെയ്യുക? മെത്തിലേറ്റഡ് ഫോളേറ്റ് എടുക്കുക. അതായത് ഇത് താഴത്തില്ലേ 5-MTHF എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യുക ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ B9 അല്ലെങ്കിൽ ബി കോംപ്ലക്സ്, ആക്റ്റീവ് ഫോമുള്ള B കോംപ്ലക്സ് എടുക്കുക. ഇതെടുക്കുമ്പോൾ എന്താണ്, സപ്പോസ് നിങ്ങൾ ജനറ്റിക് ടെസ്റ്റ് എടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. അത് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതിന്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞ സിംറ്റംസ് വെച്ച് കണ്ടെത്താം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്കമിങ് മൊഡ്യൂളുകളിൽ. ബട്ട് സപ്പോസ് നിങ്ങളുടെ ഒന്നാമത്തെ ആക്ഷൻ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ മെത്തിലേഷൻ സൈക്കിളിലെ ഫസ്റ്റ് പീസാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ B9 ആണ് ഇതിന്റെ പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോകില്ല. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ഈ B9 വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ MTHFR ജീനിലെ പ്രശ്നമില്ലാത്ത ആൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രശ്നമുള്ള ആൾക്ക് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ഓർഗൻ മീറ്റുകളിൽ നിന്നൊക്കെ എടുക്കണം. നമ്മൾ ബീഫ്, മട്ടൺ, ചിക്കൻ, അതിന്റെ ഓർഗൻ മീറ്റും അതുപോലെ തന്നെ ലിവറിലും ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പിന്നെ പ്രോട്ടീൻ ഒക്കെ സോഴ്സിലൊക്കെ ഇത് നമുക്ക് കിട്ടുമെന്നാണ്, ആനിമൽ സോഴ്സിന് അത് കിട്ടുക എന്നതാണ്. മറ്റൊരു സാധനം, ഈ MTHFR പ്രശ്നമുള്ള ആളുകൾ ഫോർട്ടിഫൈഡ്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രോസസ്ഡ് ഫുഡിലൊക്കെ വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്തു തൊട്ട് അവർക്ക് പറയും ഞങ്ങൾ വൈറ്റമിൻസ് ആഡ് ചെയ്തു. ഇതൊക്കെ തല്ലിപ്പൊടി വൈറ്റമിൻസ് ആക്കണം. അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാതിരിക്കുക. എസ്പെഷ്യലി ഫോളിക് ആസിഡ് ഉള്ള ഫുഡുകൾ കഴിയുന്നവരെ എല്ലാവരും ഒഴിവാക്കുക. DNA ടെസ്റ്റ് എടുക്കുന്നത് വരെ. എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല എന്നത്. ഓക്കെ, നൗ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് എഞ്ചിൻ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് മിത്തേനോൺ സൈക്കിളാണ്. ഇവിടെ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാല് ഫോളിക് ആസിഡും ഇതിന്റെ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്നത് ഫോളിക് ആസിഡും വൈറ്റമിൻ B12. വൈറ്റമിൻ B12 വെജിറ്റബിൾസിൽ ഇല്ല ആൾമോസ്റ്റ്. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ അനിമൽ സോഴ്സ് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ B12 വളരെ ഇമ്പോർട്ടന്റ് ആണ്.
B12-ലും ജനറ്റിക്കലി ചെറിയ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ച് ഈ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ സപ്ലിമെന്റ് പിന്നിൽ സയനാകൊബാമലിൻ എന്ന് ചെയ്തിട്ടുണ്ടാവും. ആ സപ്ലിമെന്റ് ഉപയോഗിക്കരുത്, B12 ഉപയോഗിക്കരുത്. മീഥിലേറ്റഡ് അതല്ലെങ്കിൽ മീഥൈൽ കൊബാമലിൻ എന്ന് പറയുന്ന B12 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ ആക്റ്റീവ് ഫോം ഉള്ളൂ. ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൽ നിന്നൊക്കെ ബൈപ്പാസ് ചെയ്ത് ഹാക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറാൻ കപ്പാസിറ്റി ഉള്ള വൈറ്റമിനാണ്. ഇതിന്റെ സഹായത്തോടെ നമ്മുടെ ബോഡിയിൽ ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ എപ്പോൾ വിളിക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഹോമോസിസ്റ്റീൻ എന്നൊക്കെ ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഹോമോസിസ്റ്റീന് ബോഡി അതിന്റെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോമോസിസ്റ്റീനെ മിഥൈനിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് മിഥൈനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കിട്ടും. അത് കിട്ടുമ്പോൾ പിന്നെ അതിനെ എന്ത് ചെയ്യും, സാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെലിവറി ടീം. ഈ ഡെലിവറി ടീമാണ് DNA-ലോട്ടും പ്രോട്ടീനിലോട്ടും ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ടും ഒക്കെ ഈ മെത്തലേഷൻ ഞാൻ പറഞ്ഞ ആ കേബിളിനെ എത്തിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഹോമോസിസ്റ്റീനെ ഉപയോഗിച്ച് ഹോമോസിസ്റ്റീൻ എന്ത് ചെയ്യും, എക്സസ് വരുന്ന ഹോമോസിസ്റ്റീനെ മെത്തനീനിന്റെ സഹായത്തോടെ, അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കോളീൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ടയിലൊക്കെ ഉള്ള കോളീൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോസസ്സിൽ. അപ്പോൾ ഈ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് B9-ഉം B12-ഉം അതുപോലെ തന്നെ കോളീനുമാണ്. പിന്നെ വേറെ 1-2 സംഭവങ്ങളുണ്ട്, നമ്മളത് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യും. ഞാൻ ഇതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് പ്രോസസ്സിൽ നമുക്കൊരു ലേമാനിൽ പറയുകയാണെങ്കിൽ ഫോളേറ്റ് B9 ഓൾറെഡി ഉണ്ട്, പിന്നെ വൈറ്റമിൻ B12-ഉം അതും ആക്റ്റീവ് ഫോമിൽ ഉണ്ടാവണം. ചില ആളുകൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ചിലർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡെയിലി മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ കോളീനും ഇതിന്റെ കൂടെ കിട്ടും, ഹാപ്പി ആവും. അങ്ങനെ ഈ കൺവേർട്ട് ചെയ്ത സാധനം സാമി എന്ത് ചെയ്യും, ഇതാണ് ഡെലിവറി. ഓരോ ബോഡിയുടെ ഇവനാണ് ഡോണർ എന്ന് പറയും, മെത്തിലേഷൻ ഡോണർ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് ഡോണർ എന്ന് പറയും. ഇവൻ എല്ലായിടത്തും പോയിട്ട് ഇത് കൊടുക്കും. നമ്മുടെ LDL പാർട്ടിക്കിൾ പോയിട്ട് ഡെലിവറി ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും, ഇവന് കാര്യങ്ങൾ എത്തിക്കും. ഈ മിഥൈൽ ഗ്രൂപ്പിന് CH3 ഗ്രൂപ്പിന് എല്ലാവർക്കും ഡെലിവറി ചെയ്യും. എന്നിട്ട് പിന്നെയും ബാലൻസ് വരുന്ന ഹോമോസിസ്റ്റീനെ ഉണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ലൂപ്പിലോട്ട് കൊണ്ടുപോകും. ഇതാണ് സെക്കൻഡ് പ്രോസസ്. അപ്പൊ സെക്കൻഡ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ടത്, ഫോളേറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേല് ഫോളേറ്റ് പ്രോപ്പർ ആയിട്ട് ഇല്ലെങ്കിൽ എഞ്ചിന് ഫ്യൂൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വണ്ടിക്ക് പെട്രോൾ ഇല്ല. അതിന്റെ കൂടെ തന്നെ B12 വേണം. B12 ഉണ്ടെങ്കിൽ മാത്രമേ ഹോമോസിസ്റ്റീനെ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹോമോസിസ്റ്റീനെ പ്രോസസ് ചെയ്തിട്ട് ഇതിലോട്ട് മാറ്റും. ഇതിനെ മീഥൈൽ ഡോണർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാമിനെ യൂണിവേഴ്സൽ മീഥൈൽ ഡോണർ എന്നാണ് നമ്മൾ വിളിക്കുക. സോ B12 ഫോളേറ്റ് ചേർന്നിട്ട് നമ്മളെ ഹോമോസിസ്റ്റീനെ മിഥൈനായിട്ട് മാറ്റും. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ സാമി എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ CH3 ഗ്രൂപ്പിനെ DNA-ലോട്ടും ന്യൂറോ ട്രാൻസ്മിറ്ററിലൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെൻഡ് ചെയ്യുന്നുള്ളതാണ്. സോ പോസ്റ്റ് ഡെലിവറി സാമി എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ റിവേർട്ട് ടു ഹോമോസിസ്റ്റീൻ, ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ആ ലൂപ്പിലോട്ടിനെ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ പാത്വേ ആണ്. ഇത് ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും, ഒരു സൈക്കിൾ ആയിരിക്കും ഇത് എന്നുള്ളതാണ്. ഭയങ്കര ഇഷ്ടമാണ് അവർക്കിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഹോമോസിസ്റ്റീനെ വീണ്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾക്ക് B12 കുറഞ്ഞത് കാരണം, അതായത് ഈ യൂണിവേഴ്സിന്റെ പടച്ചോന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അമേസിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് കൊടുക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തേർഡ് സ്റ്റെപ്പിലോട്ട് കൊടുക്കുകയാണ്. അപ്പോ അവിടെയുള്ള ഹോമോസിസ്റ്റീൻ വീണ്ടും എക്സസ് ആണെങ്കിൽ അടുത്തൊരു ഒരു ബാക്കപ്പ് സിസ്റ്റം കൂടി വെച്ചിരിക്കണം. മൂന്നാമത്തത് ഇവിടെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് എക്സസ് ആയിട്ട് വീണ്ടും ഹോമോസിസ്റ്റീൻ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്ക് ആ പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് ഇല്ല, അല്ലെങ്കിൽ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല എങ്കിൽ അവിടെ എന്തുണ്ടാകും, ഹോമോസിസ്റ്റീൻ കൂടും. ഇത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. അവിടെ എന്ത് വെച്ച് കഴിഞ്ഞാല് ഈ B6-ഉം CBS എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉപയോഗിച്ചിട്ട് ഇതിനെ ഹോമോസിസ്റ്റീനെ ചെറിയ മാറ്റം വരുത്തും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഗ്ലൂട്ടത്തയോണാക്കി മാറ്റും. ഇതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൈക്കിൾ. ഗ്ലൂട്ടത്തയോണാക്കി മാറ്റും. ഗ്ലൂട്ടത്തയോൺ എന്താണ് മാസ്റ്റർ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോ ഗ്ലൂട്ടത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെത്തലേഷൻ പാത്വേയിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള 10-50 രൂപ വൈറ്റമിൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഈസിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്ലൂട്ടത്തയോൺ എന്ത് ചെയ്യും, നമ്മുടെ ഡീടോക്സ് മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യും. ചില ആളുകൾക്ക് ഗ്ലൂട്ടത്തയോൺ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, കുറവായിരിക്കും. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മെത്തലേഷൻ പാത്വേയിൽ എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് ഗ്ലൂട്ടത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ 3 സൈക്കിളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹോമോസിസ്റ്റീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹോമോസിസ്റ്റീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
അസുഖങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കാണിച്ചു തരാം. ഓൾറെഡി DNA ടെസ്റ്റ് എടുത്ത ആളുകൾക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ DNA റിപ്പോർട്ട് ഉണ്ടാവുക. സ്ക്രീൻ വരുന്നേ ഉള്ളൂ. ഓക്കെ, സ്ക്രീൻ വന്നു. മെത്തിലേഷൻ പാത്വേ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ പേരുണ്ടാവും, ഡേറ്റ് ഉണ്ടാകും, മറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടാകും. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എന്താണ് ഈ സംഭവം? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഈ 3 സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫാണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സി ഈ പറയുന്ന ഫോളോയിറ്റ് ഇതാ വരുന്നു. ഓക്കെ, അടുത്ത സൈക്കിളിൽ കയറുന്നു. ഇങ്ങനെയുള്ള കോളിന് ഇതാ. ഓക്കെ, ഒരുപാട് വൈറ്റമിൻസ് മിനറൽസിന്റെ ഉള്ളിൽ ആവശ്യമുണ്ട്. അപ്പോ ഈ ഒരു സംഗതിയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇനി താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത് നോർമൽ പ്രശ്നമേ ഉള്ളൂ. ടിപ്പിക്കൽ മെഥിലേഷൻ എബിലിറ്റിയാണ് എനിക്കുള്ളത്. അപ്പോൾ സാധാരണക്കാരനുള്ള മെഥിലേഷൻ എബിലിറ്റിയാണ്. 1-2 ജീനില്, ഇതിന് ജീൻ എന്ന് പറഞ്ഞതിന് SNPs എന്നാണ് പറയാം. അതായത് ഗ്ലിച്ചുകൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇങ്ങനെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റെക്കമെൻഡേഷൻ കാണാൻ പറ്റും, എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള സപ്ലിമെന്റ്. വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, സി യുവർ TCNC വേരിയന്റ്, ഇതാണ് SNPs, ഒരു ചെറിയ വേരിയന്റ് ആണ്. ഈസ് ലിങ്ക് ടു ലോ ലെവൽ ഓഫ് ആക്റ്റീവ് വൈറ്റമിൻ B12. ആക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ B12 ലോവർ ആയിരിക്കും. അതുകൊണ്ടാണ് എന്റെ ഹോമോസിസ്റ്റീന് 34 ആയത്. അതുകൊണ്ടാണ് എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടായത്. വൺ ഓഫ് ദ റീസൺ ഞാൻ പറയണേ. പണ്ട് പിന്നെ കംപ്ലീറ്റ് കച്ചറ ഫുഡൊക്കെ ആയിരുന്നു. ഞാൻ എക്സാമ്പിൾ പറയാണ്. ഓക്കെ, പിന്നെ അടുത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും B12 ലോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള ചലഞ്ചുകൾ ഉണ്ടാവും. അങ്ങനെ അതിന് സപ്ലിമെന്റ് വേറെ സംഭവമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോളിൻ പ്രൊമോട്ട് ബീറ്റൈൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഡയറ്റിൽ അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഈ ഒരു അടുത്തൊരു ജീൻ പ്രശ്നമുണ്ട്. അതായത് ഗ്ലൈസീൻ ഉണ്ടെങ്കിൽ എന്റെ ഫോളേറ്റ്, എന്റെ പെട്രോൾ എന്ത് ചെയ്യൂല, പെട്ടെന്ന് തീരൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്രോൾ ഫാസ്റ്റ് ആയിട്ട് കത്തിത്തീരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മുട്ടയെന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്ലൈസീനോ അല്ലെങ്കിൽ കോളീനോ മറ്റ് പ്രോട്ടീനോ ഒക്കെ എന്ത് ചെയ്യാണ്, ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ എന്റെ പെട്രോൾ പെട്ടെന്ന് എന്റെ മൈലേജ് കിട്ടും, എന്റെ വണ്ടിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ പ്രശ്നം, ആ പ്രശ്നം അവിടെ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിന്റെ വേരിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ റിപ്പോർട്ട് വായിക്കുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും എന്തുകൊണ്ടാ സാധനം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ജീനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? പെസ്റ്റിസൈഡ്സ് അവോയ്ഡ് ചെയ്യണം, എയർ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യണം, പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യണം. എന്തൊക്കെയാണ് ഇത്? ഈ ജീൻ അല്ലെ SNPs-നെ, ഈ ഗ്ലിച്ചിനെ ബെറ്റർ ആക്കാൻ എന്ത് സഹായിക്കും? ഫോളേറ്റ് സഹായിക്കും, വൈറ്റമിൻ B3 സഹായിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ടു മച്ച് സ്ട്രെസ്, ഏതർ ഫുഡിൽ നിന്നാവാം അല്ലെങ്കിൽ എൻവറോൺമെന്റിൽ നിന്നാവാം. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഈ ജീനിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ SNPക്ക് പ്രശ്നമാണ്. അവിടെ എന്ത് ഫോളേറ്റും വൈറ്റമിൻ B12 ഉണ്ടെങ്കിൽ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും. അപ്പൊ ഇങ്ങനെ എന്തുണ്ട്, ഓരോ സംഗതികളും മെർക്കുറി ഉപയോഗിക്കാൻ പാടില്ല, ഹെവി മെറ്റൽസ് ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ആൽക്കഹോൾ എന്ത് ചെയ്യും, ഈ ജീനിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ പറയും, മാറൂഫെ നമ്മൾ ആൽക്കഹോൾ ഒന്നും കഴിക്കാറില്ലല്ലോ, നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ അത് വയറ്റിലെത്തി ആൽക്കഹോൾ ആവും. ഓക്കെ, ഇൻസുലിൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതാണ് നമ്മളിപ്പോ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ DNA ടെസ്റ്റ് ചെയ്ത എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ നിങ്ങളുടെ പേരിലുള്ള ഒരു ഡാഷ്ബോർഡ് ഉണ്ടാകും. ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഏറ്റവും അർജന്റും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള DNA റിപ്പോർട്ടുകൾ ഇതിൽ ഞാൻ വളരെ വൃത്തിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ലോഞ്ച് പാഡ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം, നിങ്ങളുടെ ഓവറോൾ സ്കോർ എത്രയാണ്, നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ സ്കോറിങ് എന്താണ്, ഏതാണ് പ്രശ്നം. ഇപ്പൊ എനിക്ക് ബെലി ഫാറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 97.8% ആണ് ബെലി ഫാറ്റ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ചീറ്റ് ഡേയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഫാറ്റ് വരും, ബെലി ഫാറ്റ് വരും. പിന്നെ എന്തൊക്കെ സപ്ലിമെന്റ്സ് ആണ് നിങ്ങൾ സ്റ്റാക്ക് ചെയ്യേണ്ടത്? ഇത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ DNA ബേസിസിലാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടത്, ഏതൊക്കെ ലാബുകളാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി ചെക്ക് ചെയ്യണോ,
പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ റിപ്പോർട്ടുകളും കിട്ടും. ഇനി ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് മെയിൻ ഡാഷ്ബോർഡിലോട്ട് വരും. ഇപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മെത്തലേഷൻ പാത്ത് വേണ്ട ഇവിടെ എന്റെ മെത്തലേഷൻ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. B12 എനിക്ക് പ്രധാന പ്രശ്നം 22 ജീനുകൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും MTHFR ഒരു 60% ആണ്. സ്ക്രീൻ കാണുന്നില്ല, ജസ്റ്റ് ഇല്ല കാണുന്നില്ല. ഞാൻ നോക്കിയത് ഇത് എന്റെ മാത്രം പ്രശ്നമാണോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു, മാത്രം പറ്റിയതാണെന്നുണ്ട്. ആർക്കും കണ്ടില്ല? ശംഷീറിന് കണ്ടില്ല? റൈസ ഇല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ടായിരുന്നു. ഒരു 2-3 minutes ആയി. ഓക്കെ. അപ്പോ പിന്നെ ഇതാണ് ഡാഷ്ബോർഡ് പറഞ്ഞത് മുതലേ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും DNA ടെസ്റ്റ് എടുത്ത ആളുകൾക്ക് ഇൻഡിവിജ്വലി ഒരു ഡാഷ്ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ഈ റിപ്പോർട്ട് വായിച്ച് അടങ്ങാറാവണ്ട. പക്ഷെ ആ റിപ്പോർട്ട് വായിക്കാനും നിങ്ങൾക്ക് കാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ പ്ലസ് പോയിന്റ്. ഓക്കെ. അപ്പോ ഈ ഇപ്പൊ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ബേസിക് സംഭവമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 5 റിസ്ക് ഫ്ലാഗ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരു ഗ്ലിംസ് ഉണ്ടാകും. ബെലി ഫാറ്റ് എനിക്ക് വരാൻ സാധ്യത 98% ആണ്. ഇങ്ങനെ താഴെ വന്നു ഞാൻ എന്തൊക്കെ പ്രോട്ടോകോൾ രാവിലെ ഉച്ചയ്ക്ക് എന്തൊക്കെ ഫോളോ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഫുഡ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, എക്സസൈസ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഞാൻ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അസസ്മെന്റുകൾ. ചില ആളുകൾക്ക് CBT എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. നോട്ട് റിക്വയർ, ഇഫ് യു വാണ്ട് യു ക്യാൻ ടെസ്റ്റ് ഇറ്റ്. ഓക്കെ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ആ ഡാഷ്ബോർഡിലോട്ട് വരും. ഇനി ഇവിടെ ഒരു മെനു ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡയറക്ട്ലി ഏത് റിപ്പോർട്ടിലോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടും നിങ്ങൾക്ക് പോകാം. അപ്പൊ ഞാൻ നമ്മുടെ എന്റെ മെത്തലേഷൻ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്റെ മെത്തലേഷൻ പാത്തുമെന്റ് റിപ്പോർട്ട് വന്നു. എനിക്ക് 5 റിസ്ക് ആണ് പ്രധാനമായിട്ടും ഉള്ളത്, ബോട്ടിൽ നെക്ക് ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ MTHFR ജീന് 60% കംപ്ലീറ്റ്ലി പ്രശ്നമല്ല, പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. ഈ PMT അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു MTHFD1 ഇതെനിക്ക് എന്താ കുറച്ച് പിന്നെ റെഡിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻവിറോൺമെന്റിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് ബയോ ഹാക്കിംഗ്. ഓക്കെ. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എന്തൊക്കെയാണ്, ഇത് GMT സംഭവം ഉണ്ട്, പിന്നെ അപ്പൊ അതിന് ഞാൻ എന്ത് സപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും DNA ടെസ്റ്റ് എടുത്ത ആളുകൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ബ്ലഡ് മാർക്കേഴ്സ് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ബ്ലഡ് മാർക്കേഴ്സ് ഞാൻ പുഷ് ചെയ്യുന്നില്ല, സെക്കൻഡ് ഫേസിലായിരിക്കും നിങ്ങൾക്ക് ബ്ലഡ് മാർക്കേഴ്സ് പുഷ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ സെക്കൻഡ് ഫേസിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് ബ്ലഡ് മാർക്കർ കൂടി അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. കാരണം ടു മച്ച് കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ DNA ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഇൻഡിവിജ്വൽ DNA ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് 100-200 റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും സ്വയം കേപ്പബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഞാൻ DNA ടെസ്റ്റ് എടുത്ത ആൾക്കാർക്ക് അത് ഞാൻ ഈ ഓപ്ഷനിൽ ആക്കി തരും എന്നുള്ളതാണ്. ഓരോ ആൾക്കാരെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ വിത്തിൻ ഫ്യൂ വീക്സ് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. ഇനീഷ്യലി ബ്ലഡ് ടെസ്റ്റ് DNA എടുത്ത ആളുകൾക്കൊക്കെ ചില ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആളുകൾ കൂടി നമ്മൾ വിത്തിൻ ഫ്യൂ വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എല്ലാവർക്കും നിങ്ങളുടെ യങ് മേക്കർ യൂണിവേഴ്സ് / നിങ്ങളുടെ ഒരു പേര് അത് അടിച്ചു കഴിഞ്ഞാൽ എനിവേർ യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ. അപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെങ്കിലോ മറ്റോ, ഡോക്ടർക്ക് ഇതൊക്കെ പാടെ വായിച്ചു നോക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ എക്സ്പെർട്ട് ആയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സർജറിയോ മറ്റോ വേണം, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു ഈ റിപ്പോർട്ടൊക്കെ പാടെ ഡൗൺലോഡ് ചെയ്ത ഡോക്ടർക്കൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റിന് പോവുകയാണ്, ഇപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട് നോക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ നിങ്ങളെ ഫോണിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ 10-300 റിപ്പോർട്ടുകളൊന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ ഫോണിൽ വെച്ച് ഞാൻ നേരത്തെ കാണിച്ചത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളതാണ്. കാരണം ഫ്യൂച്ചറിൽ എവറിത്തിങ് വിൽ ബി ബേസ്ഡ് ഓൺ DNA ടെസ്റ്റ്. പക്ഷെ കല്യാണം കഴിക്കുന്നത് വരെ DNA ടെസ്റ്റ് ചോദിച്ചിട്ടായിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോവാ.
ഈ കുട്ടി നല്ലതായിരിക്കും, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും. ഇന്നിപ്പോ പോലീസിന്റെ പിന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും പിന്നെ ഇതൊക്കെയാണ് ഇത്ര ചോദിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ. HIV ടെസ്റ്റ് ഒക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതുപോലെ ഫ്യൂച്ചറിൽ ഇനി ജനറ്റിക് ടെസ്റ്റ് കമ്പൽസറി ആവുന്ന ഒരു കാലം വരുമെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഞാൻ വായിച്ചു, പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും റിപ്പോർട്ട് ഞാൻ പബ്ലിക്കലി ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രസന്റേഷനോട്ട് മൂവ് ചെയ്യാം. ഇത് ആപ്പിലാണോ ഈ ഡാഷ്ബോർഡ് അവൈലബിൾ ഉള്ളത്? അല്ല, ഡാഷ്ബോർഡ് നമ്മൾ URL ആക്കിയിട്ടാണ്. കാരണം വെച്ചാല് ഈസിലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റഫീഖ് അബ്ദുള്ള, അപ്പൊ യങ് മേക്കർ യൂണിവേഴ്സ് /റഫീഖ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുന്നുള്ളതാണ്. വേർ ഐ ക്യാൻ ഡു ദ DNA. നമ്മൾ DNA ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ദിൽഷ. യങ് മേക്കർ DNA ടെസ്റ്റ് ഉണ്ട്. യെസ്. സോ നമ്മൾ പ്രസന്റേഷനിലോട്ട് തിരിച്ചു വരാം. അപ്പോ നമ്മളെ ബോഡി മെത്തിലേഷൻ നമ്മുടെ നേരത്തെ പറഞ്ഞ തന്നെ എപ്പിജനറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻവറോൺമെന്റിൽ മാറ്റം വരുത്തി നമ്മുടെ ജീനുകളിൽ മാറ്റം വരുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, അതുപോലെ തന്നെ സെറാട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മെത്തിലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. ഡീടോക്സിഫിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മെത്തിലേഷൻ വർക്ക് ചെയ്യണം. സെൽസ് DNA ഒക്കെ റിപ്പയർ ചെയ്യണമെങ്കിലും മെത്തിലേഷൻ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ കുറെ SNPs ഉണ്ട്, ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ മിക്കവാറും ആളുകൾക്കുള്ള ഒരു സാധനമാണ് നേരത്തെ പറഞ്ഞ MTHFR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീൻ ഗ്ലിച്ച്. ആ കോഡിൽ ഒരു ചെറിയൊരു ഗ്ലിച്ചാണ്. ഈ ഗ്ലിച്ച് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ B12 കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഹോമോസ്റ്റീൻ കൂടും അവർക്ക്. അത് കാരണം തന്നെ കൺഫ്യൂസ്ഡ് ആളുകൾ, ഹോമോസ്റ്റീൻ കൂടുതലായിരിക്കും, അത് അവർ ചെക്ക് ചെയ്യില്ല. അയാളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരിക്കും, അവർക്ക് യൂറിക് ആസിഡ്, അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. ഹോമോസിസ്റ്റീൻ 34-40 ഒക്കെ ആയിരിക്കും, അത് നോക്കൂല. ക്യാൻസർ വന്നിട്ടുള്ള മരിച്ചിട്ടുള്ള പല ആളുകളും, അതല്ലെങ്കിൽ അവരെ ലാസ്റ്റ് സ്റ്റേജിൽ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ഹോമോസ്റ്റീൻ ഭയങ്കര ഹൈ ആയിരിക്കും, അവരെ ഇൻസുലിൻ ഹൈ ആകുന്ന പോലെ ഹോമോസ്റ്റീൻ ഹൈ ആയിരിക്കും. അപ്പോ നമ്മുടെ ടീമിലുള്ള പല ആൾക്കാർക്ക് അറിയാം, റഫീഖ് ഒക്കെ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലുള്ള ഒരു ഫംഗ്ഷൻ മെഡിസിൻ ഡോക്ടർ ഉണ്ട് കൊച്ചിയിലുള്ള. അപ്പോ ഒരുപാട് ആളുകൾ ക്യാൻസർ സ്റ്റേജ് 4 ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വൈറ്റമിൻസ് കൊടുത്തിട്ട് ഫിക്സ് ചെയ്യാം. കാരണം എന്താണ്, മെത്തിലേഷൻ പാത്വേ ഫിക്സ് ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ പാടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഫ്ലിക്സ് ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഈ മെത്തിലേഷൻ ഫെയിൽ ആവുന്നതിൽ പ്രധാനമായിട്ടും MTHFR എന്ന് പറഞ്ഞിട്ടുള്ള SNPs ആണ്, ആ ഗ്ലിച്ച് ആണുള്ളത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 70% നമ്മളുടെ എഞ്ചിനിലോട്ടുള്ള പെട്രോൾ നിൽക്കും. അപ്പൊ എഞ്ചിൻ വർക്ക് ചെയ്യില്ല. എഞ്ചിൻ വർക്ക് ചെയ്തില്ല എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മൾ രോഗിയാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഇതാണ് SNPs എന്ന് പറയുന്നത്. അതായത് ചെറിയ ഗ്ലിച്ചുകളാണ്. പ്രധാനമായിട്ടും ഉള്ള ഒരു 6-7 SNPs ആണ് നമ്മുടെ ഈ എൻറ്റയർ കോഴ്സിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഫൈനാൻഷ്യലി ചലഞ്ചുള്ള ആളുകൾക്ക് വരെ ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ 5-6 ആൾക്കാരുണ്ടാവും, എല്ലാവർക്കും ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾ അവരുടെ സിംറ്റംസ് നോക്കുക, അവരുടെ ബ്ലഡ് റിപ്പോർട്ട് എടുക്കുക, എന്നിട്ട് ഏതൊക്കെ ജീനിലാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട 5-6 ജീൻസ് നമ്മൾ അതെടുത്ത് ഇൻഡെപ്തിൽ നമ്മൾ അത് മനസ്സിലാക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഫോളൈറ്റിന്റെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഈ MTHFR എന്ന ജീനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൺവേർഷൻ നടക്കില്ല. പ്രധാനമായിട്ടുള്ള ഈ SNPs, അതായത് ഗ്ലിച്ചിന്റെ നമ്പർ എന്ന് പറയുന്നത് C677T അതുപോലെ തന്നെ A12986 ആണ്. കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണം, ഈ ഗ്ലിച്ച് അത് കാരണം ഹോമോസിസ്റ്റീൻ എലവേറ്റഡ് ആയിരിക്കും. എന്ത് കാട്ടിയിട്ടും തലകുത്തി മറിഞ്ഞാലും ഹോമോസിസ്റ്റീൻ കുറയില്ല. അവർക്ക് B വൈറ്റമിൻ കൊടുത്തു നോക്കൂ, ഒരു ആക്റ്റീവ് ഫോം ഓഫ് B വൈറ്റമിൻ കൊടുത്തു നോക്കൂ, അവരെ ഹോമോസിസ്റ്റീൻ താഴോട്ട് വരും. ഇനി ടിപ്പിക്കലി നമ്മൾ ചെക്ക് ചെയ്യുന്ന ലാബ് മാർക്കേഴ്സ്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ വൈറ്റമിൻ C ലെവൽസ്, ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള, നേരത്തെ പറഞ്ഞാൽ തന്നെ അപ്പോൾ ഉള്ളൊരു സംഭവമാണ്. ഇത് ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ള ഒരു ടെമ്പററി സംഗതി മാത്രമേ തരുള്ളൂ. ഇതൊരു റിയാക്റ്റീവ് അപ്രോച്ചാണ്, ഒരു ടെമ്പററി അപ്രോച്ചാണ്. നമ്മൾ അസുഖം വരുമ്പോൾ മാത്രം ടെസ്റ്റ് ചെയ്യാം. DNA ടെസ്റ്റിന് അല്ലെങ്കിൽ മെത്തിലേഷനെ മാത്രമേ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. DNA ടെസ്റ്റിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. മെത്തിലേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിക്ക് ഡീടോക്സ് ചെയ്യാൻ പറ്റും, എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് B12 ഉപയോഗിക്കാൻ പറ്റും, ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ബോഡിയുടെ മെറ്റബോളിക് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രോആക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കാം എന്നുള്ളതാണ്.
കവർ ചെയ്ത സംഭവമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ സിംറ്റംസ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഹെൽത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്രോണിക് ഫറ്റീഗ് ഉണ്ടാകും, ബ്രെയിൻ ഫോഗ് ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും, OCD പോലെ സിംപ്റ്റംസ് ഉണ്ടാവും, ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. എസ്പെഷ്യലി ഹാർട്ട് അറ്റാക്ക് വന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ചെക്ക് ചെയ്തോളൂ. നമ്മുടെ ഫാമിലിയിൽ ഡോക്ടർ സ്റ്റാറ്റിൻ കൊടുത്തിട്ടുള്ള മിക്കവാറും ആളുകൾക്ക് ഹോമോസിസ്റ്റീൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ, HCRP പോലെ സംഭവങ്ങൾ ഭയങ്കരമായിട്ട് കൂടും. അത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് കൂടുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. സോ ഈ സ്വിച്ചിനെ ഫിക്സ് ചെയ്യാൻ, ഈ അൾട്ടിമേറ്റ് സ്വിച്ചിനെ ഫിക്സ് ചെയ്യാൻ യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ് ആയിരക്കണക്കിന് ദിറംസ് ഒന്നും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെരി സിമ്പിൾ ആണ്. നിങ്ങൾ ഫോളേറ്റ് സൈക്കിളിനെ ഒന്ന് കെയർ ചെയ്യുക. ഫസ്റ്റ് സൈക്കിളിൽ പെട്രോൾ അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫോളേറ്റ് സൈക്കിൾ അതെന്താണ്? മെഥനൈൻ സൈക്കിളും ഫോളേറ്റ് സൈക്കിളും ശ്രദ്ധിക്കുക. B12ഉം B9ഉം പറ്റുമെങ്കിൽ ഒരു ബയോ ആക്റ്റീവ് ആയിട്ടുള്ള, മിക്കവാറും ആളുകൾ എടുക്കുന്നുണ്ട്, ഞാൻ ഈ എടുക്കാത്ത ആളുകൾക്ക് മണ്ടക്കുള്ള ഒരു അടിയാണ്, ഇഞ്ഞു എടുക്കാത്ത ആളുകൾക്ക് ഞാൻ പറയണത്, ആക്റ്റീവ് ഫോം ആയിട്ടുള്ള വൈറ്റമിൻസ് എടുക്കുക. ഒരു 10, 20, 30 ദിറംസ് കൂടും, പക്ഷേ ദിസ് ഈസ് ബെറ്റർ. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുന്നുള്ളതാണ്. രണ്ടാമത്തത് സാമിനെ സപ്പോർട്ട് ചെയ്യാൻ, ട്രക്ക് ഡെലിവറി ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ നല്ല പ്രോട്ടീനുകൾ ആഡ് ചെയ്യുക. എഗ് ഈസി ഓപ്ഷനാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൾട്ടി വൈറ്റമിൻ ആണ് എഗ് എന്ന് പറയുന്നത്. അപ്പൊ എഗ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്സിക് ലോഡുകൾ, പിന്നെ ലേഡീസ് ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേക്കപ്പുകൾ, ഷാമ്പുകൾ, അത് ഇത് എല്ലാം ടോക്സിൻസ് ആയി. സോ ടോക്സിക് ലോഡുകൾ, അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, പിന്നെ നമ്മളിപ്പോ ഈ ജിമ്മിനൊക്കെ പോകുമ്പോൾ ചില ഡ്രസ്സുകളുണ്ട്, അതൊരു ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. ലേഡീസിന്റെ മിക്കവാറും ഡ്രസ്സുകൾ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ്. എന്താണോ അത്? നിങ്ങളെ എങ്ങനെ ആൾക്കാർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കണം? നല്ലൊരു ഡ്രസ്സ് കിട്ടൂടെ? പിന്നെ ഗ്ലൂട്ടത്തയോൺ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ആ പ്രാത്തിൽ വർക്ക് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. പിന്നെ എന്ത് ചെയ്യാം, അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്ലൂട്ടത്തയോൺ സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആ എഞ്ചിനെ വർക്ക് ചെയ്യാൻ സഹായിക്കുക. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കുക. ടു മച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ മെഡിറ്റേഷനും മറ്റു സംഭവങ്ങളും നമ്മൾ ഹാക്ക് യുവർ മൈൻഡിന്റെ സീരീസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാ ഈ സെഷന്റെ ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമേ നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഹാക്ക് യുവർ മൈൻഡിന്റെ സീരീസിലുള്ളത്. പാരലലി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ റെഡി ആകുമ്പോൾ ഞാനിതിൽ ഇൻബിറ്റ്വീനിൽ ഇതിനെ സെക്കൻഡ് മൊഡ്യൂളോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ DNA ടെസ്റ്റ് എടുത്ത എല്ലാ ആളുകളും ഇതിന്റെ മെത്തലേഷൻ സൈക്കിളിനെ മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത ആളുകളും ഇത് മനസ്സിലാക്കുക. ബിക്കോസ് ഈ ഒരു സാധനം നിങ്ങൾക്ക് DNA ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പിജനറ്റിക്സ് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീനുകളുടെ ഇരയല്ല, അത് നിങ്ങളുടെ ഡെസ്റ്റിനി അല്ല. നിങ്ങളുടെ ജീന് വേരിയൻസ് എന്തോ ചെറിയ ആ ഗ്ലിച്ചില്ലേ, ആ ഗ്ലിച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രോക്കാണോ, നിങ്ങൾ പ്രശ്നമാണോ, നിങ്ങൾക്ക് അത് അസുഖം വരുന്നൊന്നല്ല. നിങ്ങളുടെ എപ്പിജനറ്റിക്സിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ജീനിനെ എങ്ങനെയാണ് സിഗ്നൽ ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് അതൊന്നും മനസ്സിലാവുള്ളൂ. പക്ഷെ അതിനെ ന്യൂട്രീഷൻ പ്രോപ്പറായി കൊടുത്ത്, പ്രോപ്പറായിട്ട് ഡീപ് സ്ലീപ്പ് കൊടുത്ത്, സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പറായി ചെയ്ത്, ടോക്സിക് ലോഡ് കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്ലിച്ചിനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബയോളജി ഹൈലി പ്രോഗ്രാമബിൾ ആണ്. മസിലൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സെല്ലുലാർ ലെവലിൽ യു ക്യാൻ പ്രോഗ്രാം യുവർ ബയോളജി. യു ക്യാൻ കൺട്രോൾ ദിസ് ബയോളജിക്കൽ സ്വിച്ച്. അതിനുള്ള വേണ്ട ഫുഡ് മാത്രം കൊടുത്താൽ മതി. അതിന് ടോക്സിക്സ് വല്ലാതെ ബോഡിയിൽ കയറ്റാതിരിക്കുക, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക. ഇനി ഈ പ്രശ്നമുള്ള ആളുകൾ, എന്നിട്ട് നിങ്ങൾക്ക് ഫെറ്റീഗ് ഉണ്ട്, പിന്നെ ആങ്സൈറ്റി ഉണ്ട്, OCD ടൈപ്പ് സിംറ്റംസ് ഉണ്ട്, ഒരു B കോംപ്ലക്സ്, ബയോ ആക്റ്റീവ് ഫോം B കോംപ്ലക്സ് എന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. ഫോളിക് ആസിഡ് എടുക്കാൻ പാടില്ല, സയനാക്കോബാമിൻ എടുക്കാൻ പാടില്ല, ബയോ ആക്റ്റീവ് ഫോം ഇതെടുക്കുക. ഫ്യൂച്ചറിൽ നമ്മൾ വൺ ഫിറ്റ് സൈസ് അപ്രോച്ച് ആവില്ല, നമ്മൾ പ്രിസിഷൻ ബയോ ഹാക്കിംഗ് ആയിരിക്കും. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മളെ സൂപ്പർ ഹ്യൂമൻ ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിരിക്കും. നമ്മൾ ബൈബാക്കിനൊക്കെ ഒരു ജനറൽ സാധനം വന്നത്. എല്ലാവർക്കും ഷുഗർ പറ്റില്ല, എല്ലാവർക്കും അത് പറ്റില്ല, എല്ലാവരും ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ പക്ഷെ അതിന്റെ ലെങ്ത്തും മറ്റും മറിച്ചതും ഒക്കെ നമ്മൾ സൂപ്പർ ഹ്യൂമൻ ലെവലിൽ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. നമ്മൾ പ്രിസിഷൻ ആയിരിക്കും എടുക്കുക. ഈ ലെവലിൽ നമ്മൾ മൾട്ടി വൈറ്റമിൻ എടുക്കുക, നമ്മൾ കസ്റ്റമൈസ്ഡ് വൈറ്റമിൻസ് എടുക്കുക. ബൈബാക്കറത്തിൽ നിങ്ങൾ മൾട്ടി വൈറ്റമിൻ എടുക്കുകയെങ്കിൽ ഇവിടെ നിങ്ങൾ കസ്റ്റമൈസ്ഡ് വൈറ്റമിൻസ്, കാരണം ചില വൈറ്റമിൻസ് കൂടുതൽ ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ ചില അമിനോ ആസിഡുകൾ കൂടുതൽ ആവശ്യമുണ്ടാവും. അപ്പൊ എനിക്ക് ഗ്ലൈസിൻ കൂടുതൽ ആവശ്യമാണ്. ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ഈ മെത്തേഷൻ സൈക്കിളിന് ഇമ്പോർട്ടന്റ് ആണ്.
ചില ആളുകൾക്ക് ഇത് നോർമൽ ആയിരിക്കും, എനിക്കത് കൂടുതൽ ആവശ്യമുണ്ട്. സോ ഐ നീഡ് ടു സപ്ലൈ എക്സ്ട്രാ ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ജസ്റ്റ് വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചിക്കൻ. എനിക്കിത് കുറച്ചധികം ആവശ്യമുണ്ട്, അപ്പൊ അതിനെ കുറച്ചധികം സപ്ലൈ ചെയ്യാം. ഇതെന്ത് ചെയ്യും? ബോഡി സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. സോ സ്റ്റോപ്പ് ഗസ്സിങ്, അപ്ഗ്രേഡ് യുവർ സിസ്റ്റം. സോ യു ക്യാൻ മാസ്റ്റർ യുവർ 1 കാർബൺ മെറ്റാബോളിസം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സ്വിച്ച്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ബയോ ആക്റ്റീവ് ബി കോംപ്ലക്സ് എടുക്കാൻ നിങ്ങൾ പറഞ്ഞത്? ബയോ ആക്റ്റീവ് ബി കോംപ്ലക്സ്, യെസ്, ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ എടുക്കുന്നുണ്ട് ആ സാധനം. യെസ്, രാവിലെ ഒന്ന് രാത്രി ഒന്നായിട്ട് എടുക്കുന്നുണ്ട് അത്. യെസ്. അത് ഇപ്പൊ എന്റെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ഇപ്പൊ എങ്ങനെ നോക്കാം? എന്താണ് അതിന്റെ പേര്? നിങ്ങളുടെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാകും. നിങ്ങളെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് മനസ്സിലാകും. അപ്പൊ അതാ നിങ്ങളോടൊന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടിയിരുന്നു. ഡോണ്ട് വറി, ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഡാഷ്ബോർഡ് സൂൺ റെഡി ആവും. ഹോപ്പ്ഫുള്ളി ദിസ് വീക്ക് റെഡി ആവും. റെഡി ആകുമ്പോൾ ഡാഷ്ബോർഡ് കിട്ടും. അപ്പൊ ഞാൻ നല്ല വൃത്തിക്ക് ഗ്രാഫിക്സ് ഒക്കെ വെച്ച് നിങ്ങളെ പണി എളുപ്പമാക്കി, നിങ്ങളെ ലേസി ആക്കി മാറ്റാനുള്ള ഡാഷ്ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി. പിന്നെ അതിന് കൂടാതെ രണ്ടാമത്തെ സാധനം, ഓക്കെ, ആദ്യത്തത് B9, പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞ B12ഉം കോളീനും. ഇത് ഷംഷീറിന്റെ റിപ്പോർട്ടിൽ വളരെ സ്പെസിഫിക് ആയി എഴുതിയിട്ടുണ്ടാകും ഇതിൽ പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത്. വേണമെങ്കിൽ നമുക്ക് മെത്തിലേഷൻ ഫോളേറ്റ് ഫസ്റ്റ് സൈക്കിൾ ടിപ്പിക്കൽ എബിലിറ്റി ആണ്. യെസ്, നിങ്ങളോട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഹോമോസിസ്റ്റീൻ ലെവല് ഫോളേറ്റ് നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹോമോസിസ്റ്റീൻ ലെവല് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളേറ്റ് ബയോ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ഫോളേറ്റ് തന്നെ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അത് ഫോളേറ്റ് അല്ല, ഇത് ഒരു ഹോമോസിസ്റ്റീന് എന്റെ സാധാരണഗതിയിൽ കൂടുതലല്ലേ ഉള്ളത്. അപ്പൊ ഞാന് നമ്മളെ ഡോക്ടർ ശ്രീകുമാറിനെ കാണിക്കാൻ പോയ സമയത്ത് ഞാൻ തൈറോയിഡിന്റെ പിൽസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 2 മാസം. എന്നിട്ട് പുള്ളി പറഞ്ഞ സപ്ലിമെന്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഹോമോസിസ്റ്റീന് ഭയങ്കര കൂടുതലാണെന്നുള്ള. അപ്പോ അതല്ല, ബയോളജിക്കലി അല്ല, DNA പ്രകാരം അത് കൂടുതലായിട്ട് കാണും അല്ലെ? എന്താണ് അതിന്റെ? അല്ല, അത് DNA പ്രകാരം അത് കൂടുതലാണ്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് ഈ B9ഉം അതുപോലെ തന്നെ B12ഉം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് അതിനെ കാരണം എന്റെ 34 എന്റേത് ഏകദേശം കൂടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ഹോമോസിസ്റ്റീൻ കൂടുതലാണ് എനിക്ക്, അവിടെ നീ മസ്റ്റായിട്ട് എറണാകുളം വന്നിട്ട് എന്നോട് ഒരാഴ്ച അവിടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറവില്ല. വെരി ഗുഡ്. അത് കമ്പൽസറി എടുക്കേണ്ട ഒരു വൈറ്റമിൻസ് ആണ്. അതായത് ഹോമോസിസ്റ്റീന് ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. സാധാരണ ആളുകൾ അത് ചെക്ക് ചെയ്യില്ല. ഹോമോസിസ്റ്റീന് മസ്റ്റ് ആയിട്ട് എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് എല്ലാ 3 മാസം. ഈ ഫോളേറ്റും അതിലുണ്ടോ? ഫോളേറ്റ് നമ്മൾ എഗ്ഗിലുണ്ടല്ലോ ധാരാളമായിട്ട് അല്ലെ? ഉണ്ട്. പിന്നെ പ്രോട്ടീൻ ഫാറ്റിലുണ്ടാകും. പക്ഷെ അതിൽ നിങ്ങൾക്ക് വേണ്ട അത്ര ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് സപ്ലിമെന്റ് എടുക്കണോന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ബി കോംപ്ലക്സിന്റെ മതിയോ അല്ലെങ്കിൽ അതിന് ഫോളേറ്റിന് സെപ്പറേറ്റ്? ഞാൻ നിങ്ങളുടെ ഈ സാധനം എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നമുക്ക് ഇരിക്കാതെ അതിനെ കുറിച്ച് നോക്കിയിട്ട് നമുക്ക് ഞാൻ ഷംഷീറ പറഞ്ഞ സാധനം ഞാൻ പുള്ളിയായിരുന്നു. അതായത് ഷംഷീറിന് 2024 ഹോമോസിസ്റ്റീന് 24 20.5 ഇപ്പൊ അത് 2025 11 ഏപ്രില് അത് 5.62 ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നവരാണ് പറഞ്ഞത്. അപ്പോ ഇന്നൊരു കോമഡി ആയിരുന്നു. കാരണം വെച്ചാൽ ഞാന് എന്റെ മദറിനൊന്നും മുട്ട കഴിക്കാറില്ല. അപ്പോ മദറിനെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഹാർട്ടിന് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോ മറുപടി പറഞ്ഞ പോലെ ഞാനത് ഗുളികയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഉമ്മ രാവിലെ തൊട്ടിട്ട് 2 മുട്ടയൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് അപ്രതീക്ഷിതമായി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ ഡോക്ടർ പറയാണ് ഉമ്മാനോട്, നിങ്ങൾ എത്ര മുട്ട? ഉമ്മാന് 2 മുട്ട കഴിക്കുന്നുണ്ട്, ഞാൻ പിന്നെ ഇത് കഴിക്കുന്നുണ്ട്, ഫിഷ് ഓയിൽ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടറിന് മുട്ട കഴിക്കാൻ പാടില്ല, മുട്ട ഭയങ്കര കൊളസ്ട്രോളാണ്. ഉമ്മാകെ പേടിച്ച് എന്നോട് മുട്ട കഴിക്കാൻ കൊണ്ട് ഡോക്ടർ മുട്ട കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്?
Yes. അത് എന്താ ചെയ്യാ, അമേരിക്കൻ ഡോക്ടർ ഡയറക്ടർ അസിസ്റ്റന്റ് മാറിയൊന്നും ഈ ഡോക്ടർമാർ അറിഞ്ഞിട്ടില്ല. പാവങ്ങള് അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം വരെ പഴയ പണിയാണ്. ഡോക്ടർ ഭയങ്കര പ്രശ്നമാണ്. യെസ്. ഷമീർ ഭായ് റൈസാൻഡ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. Yes. മാറൂഫ്, എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ട്സ്. ഒന്ന്, നമ്മുടെ ഈ DNA ടെസ്റ്റ് എടുത്തവർക്ക് പലർക്കും കസ്റ്റമൈസ്ഡ് വൈറ്റമിൻസ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതില് ഓരോ ആളുകൾക്കും അവരുടെ DNA ടെസ്റ്റിലുള്ള ചാലഞ്ചസിനനുസരിച്ച് ഇതിന്റെ, ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ B12, B9 എന്നൊക്കെ പറഞ്ഞതിന്റെ ക്വാണ്ടിറ്റിയിലെ ഡിഫറൻസ്, നമ്മുടെ ഇൻടേക്ക് ഡിഫറൻസ് ഉണ്ടാവുമോ? യെസ്, അത് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, നമ്മള് ഇൻഡിവിജ്വലി ഇപ്പോ ഓരോ വൈറ്റമിൻസ് നമ്മൾ ഇൻഡിവിജ്വലി വാങ്ങിയിട്ട് നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്, നമ്മൾ UK-യിലുള്ള 2 കമ്പനികളായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട അത്ര എമൗണ്ട് വൈറ്റമിൻസ് നമുക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് ഷമീറിന്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ട ഒരു 3 മാസം സപ്ലിമെന്റ് നമുക്ക് തരാൻ പറ്റും. അപ്പൊ 2 ഓപ്ഷനാണ്. ഒന്ന്, നിങ്ങളുടെ DNA ടെസ്റ്റ് മാച്ച് ചെയ്തിട്ട് അതുമായിട്ട് ജനറിക് വൈറ്റമിൻസ് അല്ലെങ്കിൽ ജനറിക് മൾട്ടി വൈറ്റമിൻ എടുക്കുന്നതിന് പകരം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ആ ഏരിയക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് എടുക്കും. അതിന്റെ ഒന്നുകൂടി അഡ്വാൻസ് സംഭവമാണ്, നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് വേണ്ട സാധനം വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ലിറ്ററലി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സപ്ലിമെന്റ്സ്. ഓക്കെ, അപ്പൊ അത് ശരിക്കും നമ്മുടെ DNA ടെസ്റ്റിനനുസരിച്ച് നമുക്ക് അത് അറിയാൻ പറ്റും, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത്. അത് എങ്ങനെയാണ് ഇപ്പൊ ഈ DNA ടെസ്റ്റില് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഇവിടെ മീഥൈൽ ഫോളേറ്റ് എത്ര എടുക്കാൻ? ടിപ്പിക്കൽ ഡോസേജ് 400 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 400 മുതൽ 800 മില്ലിഗ്രാംസ് വരെ ഇയാൾക്ക് വേണം. ഇത് ഷംഷീറിന്റെ ആണ്. അപ്പൊ നിങ്ങളുടെ DNA ഓരോ റിപ്പോർട്ടിലും വ്യക്തമായിട്ട് റെക്കമെൻഡേഷന്റെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാല്, ഈ എല്ലാ റിപ്പോർട്ടുകളും കമ്പയർ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇവിടെ സിങ്ക് ഉണ്ട്, പക്ഷെ അടുത്ത ലിവറിന്റെ അവിടെ ചിലപ്പോൾ സിങ്ക് ആവശ്യം ഉണ്ടാവും. അപ്പോ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു സാധനം നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പേരിൽ ഷമീറിന് വേണ്ടിയിട്ട് ഷംഷീറിന് വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ജനറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇതിനെ പ്രിസിഷൻ ന്യൂട്രീഷൻ എന്ന് പറയും. അതായത് നിങ്ങളുടെ ബോഡിക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക, എക്സ്ട്രാ ആവശ്യമില്ലാത്തത് കൊടുക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ റിപ്പോർട്ട്, ഏത് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെക്ഷൻ ഉണ്ടാവും. അവിടെ ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എത്രയാണ് ഈ മെഥലേഷൻ സൈക്കിൾ, ഇത് ഷംഷീറിന്റെ മെഥലേഷൻ സൈക്കിളാണ്. ഇപ്പൊ എന്റെ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരു പക്ഷെ ഉണ്ടാവുക, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവും, ചിലപ്പോൾ സെയിം ആയിരിക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഷംഷീറിന് മെഥൈൽ ഫോളേറ്റ് 400 mcg ആണ്, പക്ഷെ എനിക്ക് 100 ആണ് പറഞ്ഞിട്ടുള്ളത് B12. അപ്പൊ ഞാൻ 400 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സ്ട്രാ ഉള്ളത് ഞാൻ യൂറിനിലൂടെ പുറത്തു പോകുന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളിത് നോക്കിയിട്ട് കറക്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട്, അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഡാഷ്ബോർഡ് കാണിച്ചു തന്നില്ല. എന്തിനാണ് ഡാഷ്ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഡാഷ്ബോർഡ് പോയാ ഓക്കെ. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഞാൻ പ്രധാനമായിട്ടും കോൺഫർ ചെയ്തിട്ടുണ്ടാവുക, ഫസ്റ്റ് വരുന്ന ഈ റിപ്പോർട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലോഞ്ച് പാഡ് എടുത്തു, ഇവിടെ വന്ന് താഴത്ത് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ആണ് എൻ്റെ ഒരു പ്രശ്നമുള്ളത്. പിന്നെ അല്ലേ ഈ റെഡ് കളറിലല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഈ ഒരു 3 മാസം നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോളിൽ ടാർഗറ്റ് ചെയ്യാം. അടുത്തൊരു മാസം ബെലി ഫാറ്റിൽ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത 3 മാസം നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെപ്പോഴും ഒരുമിച്ച് ഫിക്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇതിനെ ഫിക്സ് ആവും. ചിലപ്പോൾ ഈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഫിക്സ് ആവുമ്പോൾ ഈ ബെലി ഫാറ്റ് ഫിക്സ് ആവും, സെക്സ് ഹോർമോൺ ഫിക്സ് ആവും, ഇൻഫ്ലമേഷൻ ഫിക്സ് ആവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലിമെന്റിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 2 കമ്പനിയായിട്ട് ഓൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ റെഡിയാണ്. നമ്മളെ ക്ലയൻസിന് അവർ നിങ്ങളെ വീട്ടിലോട്ട് ഷിപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ് റെഡിയാണ് ഓൾറെഡി. അപ്പോൾ
നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർലി കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇറ്റ് ഈസ് പോസിബിൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഓക്കെ ദാറ്റ്സ് ക്ലിയർ. താങ്ക് യു സോ മച്ച്. വൺ മോർ ഡൗട്ട്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞത് നമ്മുടെ DNA ഒരു ഗ്ലിച്ച് കാരണം ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞത് നല്ലതല്ലേ? അതെങ്ങനെയാണ് ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ ഉണ്ടാവാതിരിക്കുന്ന പറഞ്ഞത്? ഗ്ലിച്ച് ഉണ്ടെങ്കിൽ സാധാരണ ഉണ്ടാവും. അതായത് ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ ഈ മെത്തഡോസിസ് സൈക്കിളാണ് സഹായിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ 2 ഗിയറിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷനിൽ ചലഞ്ച് ഉണ്ടാവാം. ശരി, ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നവീദിനെ ഒന്ന് വിളിച്ച് 2 ആൾക്കാർ കൈ നോക്കിയത് സംശയത്തിന് ഞാൻ വരാം. നവീദ് ഓക്കെ, നവീദാണ് ഫസ്റ്റ് നോക്കിയത്, അതിനുശേഷം റഫീഖ് അബ്ദുള്ള, അതിനുശേഷം സംശയം കേട്ടോ. യെസ് നവീദ്. നമ്മളിപ്പോ മൾട്ടി വൈറ്റമിൻസ് കഴിക്കുന്നുണ്ടല്ലോ, അതാ ഇതിൽ പെട്ടതാണോ? ആക്റ്റീവ് ഇതിൽ പെട്ടതാണോ? പിന്നെ ആഡം ആണ് നിങ്ങൾ കഴിക്കണമെന്നാണ് എന്റെ ഓർമ്മ. ആഡത്തില് മെഥലേറ്റഡ് മൾട്ടിവൈറ്റമിൻ ആണോ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്കൊണ്ട് ഫോളേറ്റ് മെഥലേറ്റഡ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. B9 ഒന്ന് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്വിച്ച് ചെയ്യാം. ഇത് കൂടാണ്ടാണോ ഇത് കഴിക്കേണ്ടത്, ഫോളേറ്റും പിന്നെ B12 ഒക്കെ? അല്ലല്ല, നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള മൾട്ടിവൈറ്റമിൻ തന്നെ വാങ്ങാൻ കിട്ടും, ഫോം കിട്ടും. അപ്പൊ ആദം അതല്ല, ആഡത്തില് എല്ലാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാം ബയോ ആക്റ്റീവ് ആണ്. പക്ഷെ ആഡം മൾട്ടി വൈറ്റമിൻ, പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആർക്കോ ലാസ്റ്റ് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്, DNA ടെസ്റ്റ് ചെയ്ത ആർക്കോ. ലെറ്റ് മീ ചെക്ക് ദാറ്റ്. എന്നിപ്പോ നമുക്ക് ഈ ChatGPT ഒക്കെ ഉള്ളത് കാരണേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് എന്താ B6 ഓക്കെ ആണ്. ഫോളേറ്റ് ഏത് ഫോം ആണെന്ന് ഇവിടെ വരെ എഴുതിയിട്ടില്ല. അതല്ല, ഫോളിക് ആസിഡ് ആണ്. അപ്പോ ആഡം is not recommended if a person is having folate issue. ആഡം ഒന്ന് റീപ്ലേസ് ചെയ്യുക, ബയോ ആക്റ്റീവ് ഫോം ഉള്ള വേറൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ആഡം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തേർഡ് പാർട്ടി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ വേറെ ഓപ്ഷൻസ് റിപ്പോർട്ട് സ്പെസിഫിക് ആണോ? ചില ആൾക്കത് ഓക്കെ ആയിരിക്കും, ചില ആൾക്കത് ഓക്കെ ആയിരിക്കും. DNA സ്പെസിഫിക് ആണല്ലേ? അതായത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ടയർഡ്നെസ് ഉണ്ടോ, ക്ഷീണം ഉണ്ടോ, ഒരു സുഖമില്ലേ, ഹോമോസിസ്റ്റീൻ കൂടുതലാണോ എങ്കിൽ ഇതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഈ കോഴ്സ് ബിൽഡ് ചെയ്യാനുള്ള പ്രധാന ലക്ഷ്യം അതാണ്. സപ്പോസ് ഈവൻ ഇഫ് യു ഡോണ്ട്, എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പ്ലാറ്റിനം മെമ്പേഴ്സ് ആണ്, നിങ്ങൾ DNA എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞില്ല പറയാൻ പറ്റില്ല. സോ ഐ നീഡ് ടു ഹാവ് സം സൊല്യൂഷൻ ഫോർ പീപ്പിൾ ഹു ഡോണ്ട് ടേക്ക് DNA ടെസ്റ്റ്. അപ്പോൾ അതിനാണത്. പക്ഷെ ഇതിൽ ഈ ഒരു ചലഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത സെറ്റിൽ ഒന്ന് മാറ്റിയിട്ട് ബയോ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ബയോ ആക്റ്റീവ് പി കോംപ്ലക്സ്, അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതിൽ വന്നാൽ ഇത് ഫോളേറ്റ് തന്നെയല്ലേ? വാട്ട് ഈസ് ദിസ്? അല്ല, ഇതിന് ഫോളേറ്റ് ഉണ്ടല്ലേ, ഇതിന് ഫോളിക് ആസിഡ്, 5 മെഥലേറ്റഡ് ഫോളിക് ആസിഡ് ആണത്. മറ്റേത് വെറും ഫോളിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ഫോം ആണ്. ആ എഞ്ചിനിലൂടെ കടന്നു പോവാതെ ബൈപ്പാസ് ചെയ്തിട്ട് പെട്രോൾ കൊടുക്കും. മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ പെട്രോൾ എന്ത് ചെയ്യണം, റിഗിൽ പോയിട്ട് കടലിൽ പോയിട്ട് കുഴിച്ചെടുക്കണം, എന്നിട്ട് പ്രോസസ് ചെയ്യണം, എന്നിട്ട് വണ്ടിയിൽ കൊണ്ടിട്ട് ഒഴിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് വണ്ടിയിൽ കൊണ്ടിട്ട് ഒഴിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. റഫീഖ് അബ്ദുള്ള, ഞാനേ കസ്റ്റമൈസ്ഡ് ന്യൂട്രീഷന്റെ ചോദിക്കാനായിരുന്നു. അത് നമുക്ക് എങ്ങനെ, എവിടെന്ന് കിട്ടുക? അത് കസ്റ്റമൈസ്ഡ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? അത് നിങ്ങളുടെ DNA ടെസ്റ്റ് ഒന്ന് എനിക്ക് ഫുള്ള് പഠിക്കണം. പക്ഷെ ഞാൻ ഈ ഒരു വീക്കിൽ ആ ഡാഷ്ബോർഡ് റെഡി ആവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിട്ട് നമ്മളത്, അപ്പൊ ഞാൻ ഒരു കമ്പനി നമ്മൾ ടൈപ്പ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. വൈറ്റമിൻ ലാബ് എന്നാണ് ആ ബ്രാൻഡിന്റെ പേര്. നമ്മൾ മുമ്പ് ഒരു കമ്പനി ടൈപ്പ് ആയിരുന്നു. അത് നമ്മളിപ്പോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ കമ്പനീനെ പിന്നെ ഒരു ഹെർബാലൈഫ് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങി.
അപ്പൊ അത് കാരണം നമ്മള് അത് അവരുടെ അടുത്തുള്ള സംഭവം ടെമ്പററി സ്റ്റോപ്പാണ്. ഇതൊരു കനഡിയൻ കമ്പനിയാണ്. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പൊ ഞാനിത് നിങ്ങൾക്കും വാങ്ങാം, നിങ്ങളുടെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഫോർമുലാസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ എന്താ അപ്പൊ റഫീഖ് അബ്ദുള്ള, ഓക്കെ, പോയി കഴിഞ്ഞാൽ എനിക്ക് റഫീഖ് അബ്ദുള്ളന്റെ ഒരു ഫോർമുല ആഡ് ചെയ്യാം. റഫീഖ് അബ്ദുള്ള വന്നു, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് ചെയ്യാം എത്ര ദിവസമാണ്, 90 ഡേയ്സ്. നമ്മളൊരു സാധാരണ ഒരു സപ്ലിമെന്റേഷൻ 90 ഡേയ്സ് ഉണ്ടാവുക. അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെയാണ്. ഇപ്പോൾ ഫോളിക് ആസിഡ് മെത്തലേറ്റഡ് ഫോളേറ്റ് ആണ്. അപ്പൊ എത്ര mg ആണ്? റഫീഖ് അബ്ദുള്ളക്ക് 400 ആണ്. അപ്പൊ ഷംഷീറിന് 400 mg ആണ് വേണ്ടത്. അപ്പൊ ഞാൻ 400 ഇവിടെ ആഡ് ചെയ്യും. എനിക്ക് 100 മതി, അപ്പൊ ഞാൻ ഇവിടെ 100 ആഡ് ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ ആഡ് ആയി, അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൗഡർ ഫോമിലുണ്ട്, സ്കൂപ്പ് ചെയ്തിടാൻ പറ്റുന്നതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള, അപ്പൊ മെത്തിലേഷന് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് റഫീഖ് അബ്ദുള്ളക്ക് ഈ സാധനം അയച്ചെന്ന് റഫീഖ് അബ്ദുള്ളക്ക് ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് റഫീഖ് അബ്ദുള്ളക്ക് തരാം. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ടൈപ്പ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ചില സാധനങ്ങൾ ഇപ്പോൾ വൈറ്റമിൻ ഡി മാത്രമല്ല ശരിക്കും എഫക്ട് കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡിയും കെയും ഇയും ഒക്കെ എടുക്കണം. അപ്പൊ വൈറ്റമിൻ ഡേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സപ്ലിമെന്റ് ഫോർമുല നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ റഫീഖിന് ഇത് വേണമെങ്കിൽ ഇതാ ഈ സാധനം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ K1 ഉണ്ട്, വൈറ്റമിൻ K2 ഉണ്ട്. അപ്പോൾ അത് ഒരു ക്യാപ്സ്യൂളാണ്, എത്ര നേരം കഴിക്കണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ആഴ്ച എന്ന് കഴിഞ്ഞാൽ റഫീഖിന് ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും. ഇനി റഫീഖ് പറയുകയാണെങ്കിൽ മാറൂഫ് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ്, അപ്പൊ എനിക്ക് എന്ത് വേണം, വൈറ്റമിൻ ഡി കുറച്ച് അധികം വേണം, അത് കൂട്ടിത്തരണം, എനിക്കൊരു 300 വേണം. 300 അടിച്ചു കഴിഞ്ഞാൽ റഫീഖിന് അത് 300 ആയി. എനിക്ക് വൈറ്റമിൻ ഡി 24 ഉള്ളൂ. സ്റ്റോപ്പ് ചെയ്ത് എടുക്കുന്നത് ഞാൻ ഇടക്കിടക്ക് സ്റ്റോപ്പ് ആവും, വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൈറ്റമിൻ K2 കൂടി അതിന്റെ കൂടെ എടുക്കുക. ഓക്കെ, മിനിമം വൈറ്റമിൻ K2 എടുക്കുക. മൾട്ടിവൈറ്റമിൻ കൂടി എടുക്കില്ല നിങ്ങള്? ഇല്ല, മൾട്ടിവൈറ്റമിൻ എടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ DNA ടെസ്റ്റ് ഒന്ന് നിങ്ങൾ മെത്തിലേഷൻ നോക്ക്. ഞാൻ പാരലലി ഡാഷ്ബോർഡ് റെഡി ആകുമ്പോൾ വിത്തിൻ ഈ മന്ത് കൊണ്ട് അത് ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ആവും. ഞാൻ ഓൾറെഡി അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണ് പെൻഡിങ്, ആർക്കൊക്കെ ടിക്ക് വാക്കിട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോപ്പ്ഫുള്ളി ഈ മന്ത് അത് ഞാൻ തീർക്കാനുള്ള പ്ലാൻ ആണ് ഇൻഷാല്ല. കാരണം കസ്റ്റമൈസ്ഡ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ഡെഫിനറ്റ്ലി കസ്റ്റമൈസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, എനിത്തിങ് എൽസ്? പിന്നെ ആരോ ജനറ്റിക് ടെസ്റ്റ് എവിടെ കിട്ടുക എന്ന് ചോദിച്ചിരുന്നു. അതുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സമയം കുറച്ച് അധികമായിട്ടുണ്ട്. ദുബായ്ക്കാർക്ക് കുഴപ്പമില്ല, ഞാനിപ്പോൾ നാട്ടിലാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഷംഷീറിന് തീരെയും പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ യങ് മേക്കർ സ്റ്റൈലിലുള്ള ഈ ഡാഷ്ബോർഡൊക്കെ ഉള്ള, ഈവൻ ഈ ഒറിജിനൽ കമ്പനിക്ക് പോലും ഇങ്ങനത്തെ ഡാഷ്ബോർഡ് തരൂലേ? ഇതിന്റെ ഒറിജിനൽ കമ്പനി പോലും ക്ലയൻസിന് ഇങ്ങനത്തെ ഡാഷ്ബോർഡ് കൊടുക്കുന്നില്ല. അവർക്കൊരു ഡാഷ്ബോർഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഷംഷീറിന്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തത്, അത് എല്ലാ വർഷവും $180 പേ ചെയ്യണം. ഞാനത് എൻ്റെ ഒരുപാട് സംഭവങ്ങൾ എടുത്തത് കാരണം എനിക്ക് അതൊരു സ്പെഷ്യൽ പ്രൈസിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് എടുക്കുക വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നിങ്ങളുടെ സ്വാബ് കളക്ട് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സലൈവ സാമ്പിൾ എടുക്കും, നമ്മൾ ലാബിലോട്ട് സെൻഡ് ചെയ്യും. റിപ്പോർട്ട് 3 to 6 വീക്കിന്റെ ഉള്ളിലാണ് റിപ്പോർട്ട് കിട്ടുക. DNA ടെസ്റ്റിന്റെ കിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $185 ആണ്. അപ്പൊ നമ്മൾക്ക് പല റേഞ്ചിലുള്ള DNA ബണ്ടിൽസും ഉണ്ട്, പല രീതിയിലുള്ള ഓരോരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ബേസിക് ഉണ്ട്, അതുപോലെ തന്നെ ബയോഹാക്കർ റിപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ബണ്ടിൽ ഉണ്ട്. ഇങ്ങനെ കുറെ ബണ്ടിൽസ് നമുക്കുണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 1300 1500 ആ റേഞ്ചിലുള്ള ഒരു മിനിമം ബണ്ടിൽസ് ആണ് നമ്മൾ സാധാരണ ആളുകൾക്ക് കൊടുക്കാറുള്ളത്. പക്ഷേ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 500 ഷംഷീറൊക്കെ സാധാരണ ഒക്കെ എടുത്ത ആളുകൾ അതിൽ 10 500 റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഞാൻ ആകെ 100 റിപ്പോർട്ട് ഷംഷീറിനൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം അതിനെ അവർക്ക് താങ്ങൂല. അപ്പൊ ഞാൻ അവരടുത്ത് ഡിസ്കസ് ചെയ്തു, പിന്നെ നമുക്ക് അങ്ങനെ അല്ല, നമുക്ക് ഇപ്പൊ ഒരാൾക്കൊരു മെത്തിലേഷൻ പാത്വേ മാത്രം അങ്ങനെ അവർ തരില്ലായിരുന്നു. അപ്പൊ നമ്മൾ അവരടുത്ത് ഡിസ്കസ് ചെയ്ത് നമുക്ക് മെത്തിലേഷൻ പാത്വേ മാത്രം നിങ്ങൾക്ക് DNA ടെസ്റ്റ് എടുക്കാവുന്നതാണ്.
അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദുബായിലുള്ള ആളുകൾ ഇപ്പോ റഫീഖിനെ, അബ്ദുള്ളനെ, ബിജുവിനെ, മുഷ്താഖിനെ ആരെങ്കിലും കണക്ട് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ പ്ലാറ്റിനം മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ എസ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്തിട്ട് മെത്തിലേഷൻ പാത്വേ മാത്രം DNA കിറ്റും പ്ലസ് മെത്തിലേഷൻ പാത്വേന്റെ റിപ്പോർട്ടും പാടെ അറൌണ്ട് 800 to 900 ദിർഹംസാണ് വരിക. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അത് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പിന്നെ ഫൈനാൻസ് സെറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ റിപ്പോർട്ട് മാത്രം വാങ്ങിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നിങ്ങളിപ്പോ മെത്തിലേഷൻ പാത്വേ വാങ്ങി, ഈ ഒരു 800-900 ദിർഹംസിന്റെ റേഞ്ചിലുള്ള റിപ്പോർട്ട് വാങ്ങി, അതിൽ നിങ്ങളുടെ DNA ടെസ്റ്റ് ഉണ്ടാകും, നിങ്ങളെ സ്വാബ് കളക്ട് ചെയ്ത് വിടും, എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ സംശയം കാണിച്ചു തന്ന മെത്തിലേഷന്റെ പാത്വേന്റെ റിപ്പോർട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇന്റലിജന്റ് ബണ്ടിൽ ഉണ്ട്, ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ആ പേയ്മെന്റ് മാത്രം അടച്ചാൽ മതി. വീണ്ടും സ്വാബ് കളക്ട് ചെയ്യേണ്ട, വീണ്ടും നിങ്ങൾ DNA ടെസ്റ്റ് നടത്തേണ്ട, പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. അതായത് $185 പിന്നെ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഈ റിപ്പോർട്ട് മാത്രം, ഈ റിപ്പോർട്ടിന്റെ ബണ്ടിലിന്റെ പ്രൈസ് മാത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹെൽത്ത് ബണ്ടിലുള്ള നേരത്തെ പറഞ്ഞ 100-100 ചില്ലാനോളം റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ബയോ ഹാക്കർ റിപ്പോർട്ട് വേണോ, അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ മെഡിക്കൽ ബണ്ടിൽ വേണം, മെഡിക്കൽ ബണ്ടിൽ ഏതൊക്കെ മരുന്നാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ക്ലയന്റിന്റെ സ്ഥിരമായിട്ട് കൊളസ്ട്രോളിന്റെ ഡ്രഗ് കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ, സ്റ്റാറ്റിൻ ഡ്രഗ് കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാളുടെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്റ്റാറ്റിൻ ഡ്രഗ് കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോ അങ്ങനത്തെ സാധനങ്ങൾ വേണോ, ഫാമിലി പ്ലാനിങ്, അങ്ങനെ ലോങ്ജാവിറ്റി സ്ക്രീനിങ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ലെവലിലുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സാധനങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എൻറോൾ ചെയ്താൽ മതി. ഇനീഷ്യലി ഇപ്പോൾ നിങ്ങൾ ഒരു 800 ദിർഹംസിന്റെ അടുത്താണ് അതിന്റെ എക്സ്പെൻസ് വരിക. അപ്പോൾ താല്പര്യമുള്ളവർ, ഇന്ത്യയിൽ നമുക്ക് അതിന് ടീമുണ്ട്, ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളെ വീട്ടിലോട്ട് ഷിപ്പ് ചെയ്യും. കറന്റ്ലി UAE മാത്രമേ നമുക്കുള്ളൂ, ബാക്കിയുള്ള GCCയിലൊക്കെ അത് ഒരു ടെമ്പററി ആയിട്ട് ഷിപ്മെന്റിന് ചലഞ്ച് ഉണ്ട്. നാട്ടിലോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ UAE ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അബ്ദുള്ളനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിറ്റ് കിട്ടും. സോ ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് DNA എവിടുന്ന് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച ആളുകൾക്കുള്ള ഉത്തരം ആയെന്ന് വിചാരിക്കുന്നു. സോ പിന്നെ ഈ കോഴ്സിൽ എൻറോള്, പ്ലാറ്റിനം മെമ്പേഴ്സിന് ഇത് ഫ്രീ ആണ്. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പേഴ്സണലി മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അബ്ദുള്ളനെ, റഫീഖിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ഇതൊരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. അതായത് ഇത് നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്, പ്രീ ലോഞ്ച് സ്റ്റേജ് ആണ്. അതിന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. സോ ഈവൻ നിങ്ങൾ DNA ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ഉപകാരപ്പെടും, എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും.